എടാ ഓക്കെ, അപ്പം നമ്മുടെ മൊഡ്യൂൾ ഓൺ ആക്കിയിട്ടാരെ നോട്ട്. ഓ, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പിന്നെ നോട്ട് ഇട്ട് തരാൻ മറന്നുപോയല്ലേ? അവസ്ഥയാണല്ലോ. ഓക്കെ എടാ, അപ്പം നമ്മൾ ഇന്ന് മൂന്നാല് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അയ്യോ നിങ്ങളവിടെ പോയി, നിങ്ങൾ ഓക്കെ എടാ, നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന മൂന്നാല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, റെക്കണൈസൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമേഷൻ ഗ്യാതറിങ്, എൻമാപ്പ്, റെക്കണൻസി, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, പിന്നെ ഹൂയിസും DNS എന്യൂമറേഷനെ പറ്റിയുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് ആക്ച്വലി പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ എടാ, ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ നമ്മൾ നോക്കിയപ്പം ആമസോൺ എന്ന് പറയുന്ന സാധനം ഗൂഗിൾ ഡോർക്കിങ് വർക്കായില്ലല്ലോ. കുറേ വേറെ എന്തൊക്കെയോ വെബ്സൈറ്റുകൾ വരുന്നില്ലേ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി നോക്കി അതെന്താ തെറ്റ് പറ്റിയെന്ന്. ക്ലാസ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ഗൂഗിൾ ഡോർക്കിങ് നല്ല വൃത്തിയായിട്ട് സാധനം കാണിച്ചു തന്നായിരുന്നു. അതാണ് ഈ ക്ലാസ്സിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ എറടിച്ചാണ് വരുന്നത്. അന്ന് എന്താ പറയുക, എന്തായിരുന്നു, ക്ലൗഡ് ഫെയർ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചപ്പോൾ സാധനം എററായിരുന്നു. പക്ഷെ ഞാനിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചെയ്ത് നോക്കിയപ്പോൾ ക്ലൗഡ് ഫെയർ ഫസ്റ്റ് തന്നെ സെറ്റപ്പായി എല്ലാം കാര്യങ്ങളും ഒരു കുഴപ്പമില്ലായിരുന്നു. അത് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഇതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ റെക്കഗ്നൈസൻസിനെ പറ്റി നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ തരാം. റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, ഇൻഫോർമേഷൻ ഗ്യാതറിങ് എന്നതിനാണ് നമ്മൾ റെക്കഗ്നൈസൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു അറ്റാക്കിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത് അയാളെപ്പറ്റി നമുക്കൊരു ഫുൾ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോൾ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെർവർ ആയിക്കോട്ടെ, ഒരു സിസ്റ്റം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏതൊരു സാധനത്തെയും നമുക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിനു മുമ്പേ നമുക്ക് അതിനെപ്പറ്റി ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. അതിപ്പം ഹാക്കിങ് മാത്രമല്ല, നിങ്ങൾ ഏത് കേസ് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. ഇപ്പം നമുക്ക് മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോകണം, നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഓക്കെ മൂന്നാർ ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇറങ്ങി തിരിക്കുമല്ലോ. നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവും. ചുമ്മാ ഒറ്റ മൈൻഡ് പോക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ നമ്മളൊരു പ്ലാൻഡ് ട്രിപ്പില്ലേ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ തീരുമാനിക്കും? ഓക്കെ, മൂന്നാർ എന്ന് പറയുന്നത്, മൂന്നാറിൽ ഇന്നേവരെ പോകാത്ത ഒരാളെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് തോന്നരുത്. മൂന്നാർ ഇന്നേ വരെ പോകാത്ത ഒരാളാണെങ്കിൽ എന്തൊക്കെ ചെയ്യും? നമ്മൾ അന്വേഷിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്നാറിനെ പറ്റി അന്വേഷിക്കും. മൂന്നാറിലെ സ്ഥലങ്ങൾ, എവിടെയൊക്കെ പോകണം, എത്ര സമയം നിൽക്കണം, എങ്ങനെയൊക്കെ പോയാലായിരിക്കും നല്ലത്, ഏതൊക്കെ സമയത്ത് ഇന്ന സ്ഥലങ്ങളിൽ പോയാലായിരിക്കും ബെറ്റർ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ മൂന്നാറിനെ പറ്റി ഒരു ഗുഡ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഗോവയിൽ പോകാൻ നമ്മൾ കോളേജിൽ നിന്നൊക്കെ IVക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ലൊരു പ്രൊഫൈൽ ആദ്യമേ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി നമുക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ, അല്ലേ? കോളേജിൽ പഠിച്ച മറ്റേ അനുഗ്രഹനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കോളേജിലൊക്കെ IB പ്രസന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു ഐഡിയ വേണം. എന്നിട്ട് അത് എന്നാലേ നന്നായി പ്രസന്റ് ചെയ്താലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കും. ബെസ്റ്റ് പ്ലേസസ്, എങ്ങനെ പോകണം, എന്ത് വണ്ടിക്ക് പോകണം, എത്ര പൈസ അലോക്കേറ്റ് ചെയ്യണം, എത്ര ടൈം അലോക്കേറ്റ് ചെയ്യണം, എല്ലാത്തിനെ പറ്റി നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് വൃത്തിക്കും മെനക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെയിം കാര്യം തന്നെ ഹാക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടാർഗറ്റിനെ പറ്റി നമുക്കൊരു നല്ല പ്രൊഫൈൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റൂ. കാരണം എത്രമാത്രം ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നോ അത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മൂവ്മെന്റ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എത്ര ടൈം നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് കൊടുക്കുന്നോ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും നമുക്ക് കിട്ടുക, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ടൈം അനുസരിച്ചാണ് നമ്മുടെ വർക്ക് എത്രമാത്രം സ്മൂത്ത് ആവണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്. എന്താണ്? നമുക്ക് ടാർഗറ്റിനെ പറ്റി ഒരു ഗുഡ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക, ഒരു ഡീറ്റെയിൽഡ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന പേരാണ് റെക്കഗ്നൈസൻസ്. ആ പേര് ഉച്ചരിക്കാൻ ഇച്ചിരി കഷ്ടമായിരിക്കും, നല്ല ടൈം എടുക്കും ചിലർക്കൊക്കെ അത് ഉച്ചരിച്ച് വരാൻ. എനിക്കൊക്കെ അത്യാവശ്യം നല്ല സമയം എടുത്തു ഈ റെക്കഗ്നൈസൻസ് എന്നുള്ള പേര് വായിൽ വരാൻ. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഈ റെക്കഗ്നൈസൻസിന് പല പല മെത്തേഡുകളുണ്ട്. ആക്റ്റീവ് റെക്കഗ്നൈസൻസ് ഉണ്ട്, പാസീവ് റെക്കഗ്നൈസൻസ് ഉണ്ട്. അപ്പോൾ ഈ ആക്റ്റീവ് റെക്കഗ്നൈസൻസ്, പാസീവ് റെക്കഗ്നൈസൻസും, ഇന്നലെ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെബ്സൈറ്റ്, ഇപ്പൊ ടാർജറ്റിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാൽ പോലും അത് ആക്റ്റീവ് റെക്കഗ്നൈസൻസ് ആയിട്ട് കണക്കപ്പെടുള്ളൂ, അത് പാസീവ് അല്ല. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ടാർജറ്റിനെ ഒരു തരത്തിലും തൊടാതെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ
പാസീവ് റെക്കഗ്നൈസൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റ് എടുത്ത് ചെക്ക് ചെയ്താൽ നമ്മൾ ആ ടാർഗറ്റിന് തൊട്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് അത് പാസീവ് റെക്കഗ്നൈസൻസ് അല്ല, ആക്റ്റീവ് റെക്കഗ്നൈസൻസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള റെക്കഗ്നൈസൻസസ് ആണ് ഉള്ളത്. ഒന്ന് ആക്റ്റീവ് റെക്കഗ്നൈസൻസും പാസീവ് റെക്കഗ്നൈസൻസും. ഓക്കെ, പാസീവ് റെക്കഗ്നൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തരത്തിലും ഈ നമ്മുടെ ടാർഗറ്റിനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അയാളെ പറ്റിയുള്ള വിവരങ്ങളും കാര്യങ്ങളും അന്വേഷിക്കലാണ് എന്ത് ആക്റ്റീവ് റെക്കഗ്നൈസൻസ്, പാസീവ് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ആന്റണി പെരുമ്പാവൂർ, മോഹൻലാലിന്റെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരിനെ പറ്റി അറിയണമെന്ന് വിചാരിക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ഡയറക്റ്റ് ആന്റണി പെരുമ്പാവൂരിന്റെ കുടുംബക്കാരോട് പോയി അന്വേഷിക്കും ആദ്യമേ, അല്ലെങ്കിൽ നാട്ടുകാരോട് പോയി അന്വേഷിക്കും? ഇല്ല, നമ്മൾ ആദ്യം ജസ്റ്റ് എന്ത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കും, മറ്റേ ഡീറ്റെയിൽസ് നോക്കും, യൂട്യൂബിൽ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ, പുള്ളിയുടെ പുതിയ പുതിയ പോസ്റ്റുകൾ നോക്കും. അങ്ങനെ നമ്മൾ പുള്ളിയായിട്ടൊരു ബന്ധം വരാത്ത രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിനകത്ത് എന്തൊക്കെയാണ് പുള്ളിയെ പറ്റി പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ചില പ്ലാറ്റ്ഫോംസിൽ ഈ ടാർഗറ്റിനെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ആക്റ്റീവ് റെക്കഗ്നൈസൻസിലോട്ട് നമ്മൾ കയറും. നമ്മൾ മാക്സിമം പാസീവ് റെക്കഗ്നൈസൻസ് ചെയ്യുന്നത് അല്ല, ഇപ്പം ആക്റ്റീവ് റെക്കഗ്നൈസൻസും കൂടെയാണ് ആക്ച്വലി നമുക്ക് ഉപകാരമുള്ളത്. കാരണം എന്താണ് ആ സിസ്റ്റത്തിൽ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പാസീവ് റെക്കഗ്നൈസൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എടാ നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസ്, അതായത് നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രസൻസ് അവരുടെ സെർവറിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആരോ ഒരാൾ നമ്മളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈവൻ അവരുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ പോലും നമ്മുടെ IP അഡ്രസ് അവിടെ കയറുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസ്, ഇപ്പം നമ്മൾ അവരുടെ പോർട്ട് സ്കാൻ ചെയ്തു, അപ്പോൾ ആരോ നമ്മുടെ പോർട്ടിലോട്ട് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. ഈ പോർട്ട് സ്കാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ശരിക്കും ആക്ച്വലി നടക്കുന്നത്? ഇപ്പം Nmap ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമ്മളൊരു TCP പാക്കറ്റ് അവരുടെ പോർട്ടിലോട്ട് സെൻഡ് ചെയ്യുവാണ്. അവിടുന്ന് അത് കിട്ടി എന്ന് പറഞ്ഞ റെസ്പോൺസ് വരുമ്പോഴാണ് നമുക്കിവിടെ പോർട്ട്, ഓക്കെ ഇങ്ങനെ ഒരു പോർട്ട് അവിടെ ഉണ്ട്, അത് ഓപ്പൺ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തത്. അപ്പോൾ ഇത് അവർക്കും തിരിച്ചറിയാൻ പറ്റും, കാരണം നമ്മൾ അവരുടെ പോർട്ടിലോട്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തതല്ലേ. അപ്പം നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസ്, ഇപ്പം നമ്മൾ അവരുടെ സബ് ഡൊമൈൻസ് എന്താ പറയുക അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സബ് ഡൊമൈൻസ് ഫൈൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് അറിയാൻ പറ്റും, ആരും ഒരാളുടെ സബ് ഡൊമൈൻസ് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ഓവറായിട്ട് അവരുമായിട്ട് ഇങ്ങനെ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന അവർക്ക് സസ്പീഷ്യസ് ആയിട്ട് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ഫീൽ ചെയ്യും. സോ അവർ നമ്മളെ പിന്നെ നമ്മളെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങും, നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പാസീവ് ആയിട്ടാണെങ്കിൽ അവർക്ക് ഒരു തരത്തിൽ അറിയാൻ പറ്റില്ല അവരെ പറ്റി ഒരാൾ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം പാസീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശേഷം അല്ലെങ്കിൽ പാസീവ് റെക്കഗ്നൈസൻസ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവരെ ആക്റ്റീവ് റെക്കഗ്നൈസൻസിലോട്ട്, നമുക്ക് വേണ്ടത്ര ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസിലോട്ട് പോകും. അത് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ തീർന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് ആക്റ്റീവ് റെക്കഗ്നൈസൻസും പാസീവ് റെക്കഗ്നൈസൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഇതിൽ ഗൂഗിൾ ഡോർക്കിങ് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഗൂഗിളിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഗൂഗിള് കാര്യങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തില്ല അല്ലേ? ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഗൂഗിളൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഗൂഗിൾ ഡോർക്കിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ Amazon.com തെറ്റാണോ? അല്ല, Amazon.com. ഓക്കെ, ഞാനിപ്പോൾ Amazon.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ ഇതിൽ കയറിയോ? ജസ്റ്റ് Amazon അടിക്കുക അല്ലേ, വെബ്സൈറ്റിൽ കയറേണ്ട ആവശ്യമില്ല. എന്നാലും ആമസോണിൽ കയറുമോ? എന്താ ചെയ്യുക അപ്പം? ആമസോൺ ഇത് കൊള്ളാലോ കളി. എന്നാൽ ആമസോൺ വേണ്ട, ഫ്ലിപ്കാർട്ട് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഫ്ലിപ്കാർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻസ്റ്റാഗ്രാം വന്നിട്ടുണ്ട്, വിക്കിപീഡിയ വന്നിട്ടുണ്ട്, ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്, ഗൂഗിൾ പ്ലേ വന്നിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലാത്ത സൈറ്റും വന്നിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി ഫ്ലിപ്കാർട്ട്
സൈറ്റ് ഡോട്ട് ഫ്ലിപ്കാർട്ട് എന്നിരിക്കാൻ പറ്റും. അതായത് സൈറ്റ് വെയിറ്റ്, ഇത് ഒരു കോഡാണ്. ഈ ഗൂഗിൾ ഡോക്കിങ്ങിൽ ഒരു കോഡാണ് സൈറ്റ് കോളൻ എന്ന് മേടിച്ച് സൈറ്റ് കോളൻ, അതൊരു കോഡാണ്. എന്നിട്ട് ഞാൻ സ്പെല്ലിങ് തെറ്റാണോ? ഫ്ലിപ്കാർട്ട് സ്പേസ് ഇട്ട് നോക്കട്ടെ. ഇതെന്താടാ നിങ്ങൾക്ക് എന്താടാ, നിങ്ങളെ കാണിക്കാൻ നേരത്ത് തന്നെ ഇങ്ങനെ ഓരോന്ന് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ആമസോണിൽ തന്നെ സെർച്ച് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേരല്ല കേട്ടോ നോക്കണ്ടേ, ഇവിടെ ലിങ്ക് നോക്കാൻ ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ സൈറ്റ് ആമസോൺ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോണിന്റെ ഒഫീഷ്യൽ വെബ് ലിങ്കുകൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. നോക്കിയോ, amazon.com. ഇവിടെ ഞാൻ amazon.com എന്ന് കൊടുത്തു നോക്കട്ടെ. ഓക്കെ, ഇവിടെ amazon.in ആണ് വന്നിരിക്കുന്നത്. amazon.comന്റെ സബ് ഡൊമൈൻ ആയതുകൊണ്ടാട്ടോ. അതെ, ഒഫീഷ്യൽ ആയിട്ടുള്ള ആമസോണിന്റെ വെബ് ഡൊമൈനിൽ നിന്നുള്ള ലിങ്കുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ. ഇതേ ഇതിപ്പോ ഈ പ്രൈം വീഡിയോ ആണെങ്കിൽ പോലും അത് ആമസോണിന്റെ ആയതുകൊണ്ടാണ് അവിടെ വന്ന് പ്രൈം വീഡിയോ വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആമസോണിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ. വിക്കിപീഡിയ പിന്നെയും വന്നിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ രാവിലെ ഈ ആമസോൺ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ഇന്നലെ, എനിക്ക് അബദ്ധം പറ്റിയിട്ട്. പക്ഷെ ഇന്ന് കറക്റ്റ് പിന്നെയും ക്ലാസ്സിൽ കയറിപ്പോൾ ഇത് സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബ്രോട്ടോടൈപ്പ് ഇന്ന് നോക്കട്ടെ. ഞാൻ ഇത് ബ്രോട്ടോടൈപ്പിന്റെ ക്ലാസ്സിലാണ് ചെക്ക് ചെയ്ത്. ബ്രോട്ടോടൈപ്പ്. ഓക്കെ, ബ്രോട്ടോടൈപ്പ്. ഓക്കെ ഓക്കെ, ഇപ്പം ഇവിടെ ഇതാവുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കട്ടെ. ഓക്കെ, എടാ പിന്നെ ലിങ്ക്ഡിനും വന്നിട്ടുണ്ടല്ലോ, യൂട്യൂബും വന്നിട്ടുണ്ട്. എടാ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നതാണ്. അത് നിങ്ങളെ കാണിക്കുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ ചീറ്റി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. site.broto.com. പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നിരിക്കുന്നത്. ഇപ്പൊ കറക്റ്റാടാ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോഴാണ് ഇത് കോഡ് കറക്റ്റ് ആയത്. സ്പേസ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ site.prototype.com എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബ്രോട്ടോടൈപ്പിന്റെ ലിങ്കുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. prototype.comന്റെ ലിങ്കുകൾ മാത്രം. അത് അവരുടെ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ, ബ്രോട്ടോടൈപ്പ് 6 ഡേ കോഡിംഗ് ചാലഞ്ച്, പ്രോട്ടോടൈപ്പ് പ്രോഗ്രാം, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ലേ വന്ന് കിടക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ചറപറാന്ന് എന്തിൻ്റെങ്കിലും ഒക്കെ ലിങ്കുകൾ കാണുന്നതിന് പകരം അവരുടെ തന്നെ ലിങ്കുകൾ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ഡൊമൈൻ്റെ. ഇപ്പം ഞാനൊന്ന് amazon.com കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, നോക്കട്ടെ, മുഴുവൻ സ്ക്രോൾ ചെയ്ത് നോക്കട്ടെ. ഈ flex.amazon.com എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സബ് ഡൊമൈൻ ആണ് കേട്ടോ. അതുകൊണ്ട് അതവിടെ ലിസ്റ്റ് ആക്കി. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇപ്പോഴും വന്ന് കിടക്കുന്നത് എന്താ, ആമസോണിന്റെ ലിങ്കുകൾ മാത്രം. അത് ആമസോണിന്റെ ഒഫീഷ്യൽ ലിങ്കുകൾ മാത്രമേ ഇവിടെ വന്ന് കിടപ്പുള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ആമസോണിന്റെ ലിങ്കുകൾ. നമുക്ക് അടുത്ത പേജിൽ പോയി നോക്കാം. ഇവിടെ ഇതൊക്കെ എന്ന് പറയുന്നതും ആമസോണിന്റെ സബ് ഡൊമൈൻസിന്റെയും ലിങ്കുകൾ മാത്രമാണ്. ഇപ്പൊ artist.amazon.com അതെന്ന് പറയുന്നത് ഒരു സബ് ഡൊമൈൻ കാര്യങ്ങൾ. അത് AWS മാനേജ്മെന്റ് കൺസോൾ. അങ്ങനെ ഈ ഒരു കോഡ് അടിക്കുന്നത് മൂലം ഇങ്ങനെ കുറെ കോഡുകളുണ്ടോ. URL admin.login അത് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു. അതുപോലെ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ലിങ്കുകൾ മാത്രം നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഈ ഗൂഗിൾ ഡോക്കിൽ site.amazon.com. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറൊരു പരിപാടി ഒപ്പിക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എവിടെ ഞാൻ ആ ബ്രോട്ടോടൈപ്പിന്റെ സാധനത്തിൽ തന്നെ എടുത്ത് നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഈ ഒരു സംഭവം ഞാൻ അടിച്ച് നോക്കട്ടെ. തമ്മിലുള്ള വ്യത്യാസം എന്താ? learn.broto.com
സ്റ്റഡി, ഇവിടെ സ്റ്റഡി ഓക്കെ. ഇവിടെ ഞാനൊരു സാധനം ഒന്ന് നോക്കട്ടെ. സ്റ്റഡി ഓക്കെ. എടാ ഇവിടെ നമുക്ക് വേറൊരു സംഭവം ചെയ്യാൻ പറ്റും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് എടുത്തു എന്ന് വിചാരിക്കാം. അതില് ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പറയാ, ചില സാധനങ്ങൾ ഇപ്പം എനിക്ക് എന്താ പറയാ, എനിക്കിപ്പോൾ ഈ learn.prototype.com വരുമെന്ന് എനിക്ക് അറിയാം. അപ്പൊ എനിക്കിത് വേണ്ട. എനിക്ക് ലേൺ ഞാൻ ട്രൈ നോക്കിയിട്ടില്ല, ചുമ്മാ നോക്കട്ടെ. learn.prototype.com വേണ്ടാന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പൊ കണ്ട നമ്മളിപ്പോ സൈറ്റ് prototype.com എന്ന് അടിച്ചല്ലോ. എന്നിട്ട് ഞാനൊരു ഞാനിപ്പോ വെറുതെ prototype.com എന്ന് അടിച്ചു കഴിഞ്ഞപ്പം ഇവിടെ വന്ന് കിടക്കുന്ന ഡൊമൈനുകൾ നോക്കണം. learn.prototype കിടപ്പുണ്ട്. പിന്നെ ഇവിടെ മൊത്തം learn.prototype.com തന്നെയാ. അതുപോലെ നമ്മൾ അടുത്ത പേജിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ join.prototype.com, ലേണിംഗ് club.prototype.com, study.prototype.com, അതിന് ഇഷ്ടം പോലെ സബ് ഡൊമൈൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറയണ എനിക്ക് learn.prototype.com വേണ്ട. എനിക്ക് നോർമൽ പ്രോട്ടോടൈപ്പ്, എനിക്ക് അതല്ലാത്ത സബ് ഡൊമൈൻസും കാര്യങ്ങളും മതി എന്നുണ്ടെങ്കിൽ ഒരു മൈനസ് അടിച്ചിട്ട് ലേൺ എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ. പിന്നെ ആ ലേണിൽ തുടങ്ങുന്ന ഡൊമൈൻസ് ഒന്നും വരില്ല. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആ ലേണിൽ തുടങ്ങുന്ന സാധനങ്ങൾ വരികയല്ല. ഇവിടെ നോക്കുകയാണെ study.prototype.com, fa.prototype.com, പിന്നെ brocam.prototype.com ഇങ്ങനെയാ വരുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ എന്താ പറയാ fa.prototype.com വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, -fa എന്ന് അടിക്കാം. പിന്നെ എന്ത് വരൂല, നേരത്തെ കണ്ട FAയും വരൂല. കണ്ട ഇപ്പൊ അവിടെ FA എന്ന് പറയുന്ന സാധനമില്ലല്ലോ. സോ ആ സബ് ഡൊമൈനും ക്യാൻസൽ ആവും. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ സബ് ഡൊമൈൻ വേണ്ട, അതല്ലാത്ത ബാക്കി സബ് ഡൊമൈൻസ് ലിസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം, ആമസോണിന്റെ കാര്യത്തിൽ നോക്കാം. ഈ നമുക്ക് എന്താ പറയാ, ഈ റിലേ എന്നുള്ള ആ സംഭവം നമുക്ക് വേണ്ട. നമ്മുടെ ടാർഗറ്റ് അതല്ല. നമുക്ക് അതല്ലാതെ വേറെ ഏതെങ്കിലും സബ് ഡൊമൈൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്താ ചെയ്യാ, റിലേ എന്നൊന്ന് മൈനസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിലേ വരൂല, ബാക്കിയുള്ള സബ് ഡൊമൈൻസേ വരുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഗൂഗിൾ ഡോർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലൂടെ നമ്മുടെ സെർച്ചിങ്ങിന്റെ സംഭവങ്ങളൊന്ന് മാറ്റി പിടിക്കാൻ പറ്റും, ചില കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തിന് പറയുന്ന ഒരു ഇതാണ് ഗൂഗിൾ ഡോർക്കിംഗ്. അതായത് നമ്മുടെ സെർച്ചിങ്ങിന്റെ രീതി മാറ്റി വേറൊരു രീതിയിലൂടെ നമുക്ക് ഗൂഗിളിനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസിനെ മാത്രം നമുക്ക് ഓപ്പൺ സോഴ്സിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഗൂഗിൾ ഡോർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു സംഭവം ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ നോക്കട്ടെ. എന്തായിരുന്നു ഫയൽ? ഓക്കെ. എടാ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ച സാധനമാണ്. അത് ഫയൽ ടൈപ്പ് .xls സൈറ്റ് microsoft.com. അതായത് microsoft.comന്റെ ആ ഒരു സൈറ്റ് microsoft.com, അവിടെ ഫയൽ ടൈപ്പ് XLS എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ XLS ഡോട്ടിലുള്ള മൈക്രോസോഫ്റ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫയൽസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി സീനിയോറിറ്റി റിപ്പോർട്ട് ബൈ ലെവൽ, ഈ സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ചുമ്മാ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. എനിക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, ഇത് എന്നാ സാധനം നോക്കാമല്ലോ. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് ഒഫീഷ്യലി മൈക്രോസോഫ്റ്റിന്റെ അവരുടെ ഓഫീസിലുള്ള ഒരു സാധനമാണ്. ഇത് എന്താ സംഭവം എനിക്ക് എന്ത് ഫയലാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇതെന്താ സംഭവം, ഒഫീഷ്യലി മൈക്രോസോഫ്റ്റിന്റെ ഓഫീസിലുള്ള ഒരു ഫയലാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇന്നലെ ഒരാളുടെ റെസ്യൂം എടുത്തായിരുന്നു, അതൊന്ന് നോക്കട്ടെ. PDF റെസ്യൂമേ നോക്കട്ടെ. ഇത് നോക്കിക്കേ, മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയുടെ റെസ്യൂമാണിത്. ഇത് കണ്ട, സുമിത് ഗുൾവാനിന്റെ എന്ന് പറയുന്ന ഒരു ഓഫീസറിന്റെ, അവിടുത്തെ ഒരു ഓഫീസറിന്റെ റെസ്യൂമാണിത്. ഇത് ഒഫീഷ്യലി അവരുടെ ലീക്കായി പോയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ റെസ്യൂം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ അമ്മ, ഇത് കൊള്ളാലോ. ഇയാള് എത്ര പേജ് എന്നൊക്കെ, 6 പേജിന്റെ റെസ്യൂമേ ഉണ്ട് ഇയാളുടെ അടുത്ത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ റെസ്യൂമേ അവിടുന്ന് എങ്ങനെയോ പുറത്തു പോയതാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അത് നമ്മൾ എടുത്തത് എങ്ങനെയാ,
അത് സെർച്ച് ചെയ്ത ഒരു സാധനം നിങ്ങൾ നോക്കണേ എവിടെ. ഓക്കെ, അത് സെർച്ച് ചെയ്ത മെത്തേഡ് നിങ്ങൾ നോക്കണം. ഫയൽ ടൈപ്പ് PDF റെസ്യൂമേ എന്ന് കൊടുത്തിട്ട്, അതായത് നമുക്ക് എന്ത് ഫയൽ ടൈപ്പ് നമ്മൾ അന്വേഷിക്കുന്ന ഫയലിന്റെ ടൈപ്പ് ഏതാ, റെസ്യൂം ആണ്. അത് PDF ഫയൽ ആയിരിക്കണം. അത് ഏത് എന്താ പറയുക കമ്പനി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ്. നമുക്ക് മൈക്രോസോഫ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും കിട്ടുമോ എന്നൊന്ന് നോക്കാം. മെറ്റ കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ എന്തോ ഒരു PDF കിട്ടുന്നുണ്ട്, ഇതെന്നാ നോക്കട്ടെ. ഇത് മെറ്റയുടെ വേറെ എന്തോ PDF ആണ്, ഇത് റെസ്യൂമേ അല്ല. മെറ്റയുടെ ഏതോ വർക്കിന്റെ PDF ആണ്. മെറ്റ മാറ്റിയിട്ട് വേറൊരു ഫയൽ ഇത് പറഞ്ഞടാ, ഒരു കമ്പനി ഇപ്പൊ ഏതാ തപ്പുക. ജിയോ.com എന്ന് പറഞ്ഞിട്ടൊരു .com ഉണ്ടോ? ഓക്കെ, ഇത് ജിയോയുടെ PDF ആണ് വരുന്നത്, റെസ്യൂംസ് അല്ല. നമ്മൾ PDF എന്ന് സെർച്ച് ചെയ്തോട്ട് റെസ്യൂം സ്ക്രീനിങ്. ഓക്കെ, ഇതിനകത്ത് റെസ്യൂം എന്ന് പറയുന്ന കീവേഡ് ഉള്ളത് കൊണ്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു കീവേഡ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ചില പ്രത്യേക തരം കോഡുകൾ അടിച്ച് നമ്മൾ എടുക്കുന്ന ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ഗൂഗിൾ ഡോർക്കിംഗ്. ഓക്കെ, ഇതൊരു പാസീവ് റെക്കഗ്നൈസിങ് മെത്തേഡാണ്. നമുക്ക് വേണ്ട ഒരു ടാർഗറ്റിനെ പറ്റി നമ്മൾ ചുമ്മാ അന്വേഷിച്ച് നോക്കലാണ്, അവിടെ നിന്ന് ലീക്കായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് എന്താ പറയാ കമാൻഡ്സും കാര്യങ്ങളും ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. കുറച്ച് മിനിമൈസ് ചെയ്യാം അല്ലേ. ഇൻ ടൈറ്റില്, ഫയൽ ടൈപ്പ്, സൈറ്റ്, ഇൻ URL, അങ്ങനെ ക്യാഷ്, ഇങ്ങനെ കുറെ കോഡുകളും കാര്യങ്ങളുണ്ട്. എനിക്ക് ഗൂഗിൾ ഡോർക്കിങ്ങിനെ പറ്റി ഒത്തിരി വിശദീകരിച്ച് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഏകദേശം ഒരു സംഭവം ഒരു ഐഡിയ മനസ്സിലായില്ലേ ഗൂഗിൾ ഡോർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന്. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഗൂഗിൾ ആണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഡാറ്റാബേസ് എന്ന് പറയുന്ന സംഭവം. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും വലിയ ഡാറ്റാബേസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഗൂഗിൾ ആണ്. ആ ഗൂഗിളിന് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അങ്ങനെ പബ്ലിക്കായിട്ട് ലീക്ക് ആവുന്ന സാധനങ്ങളൊക്കെ ഗൂഗിളിന്റെ അടുത്തുണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുകയല്ല. അപ്പൊ നമ്മൾ ചില പെർട്ടിക്കുലർ കോഡ്സ് എല്ലാം അടിച്ച് നമുക്ക് വേണ്ട ഫയലുകളെ, പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫയലുകളെ കളക്ട് ചെയ്യുന്ന ഒരു രീതിക്ക് വരുന്ന പേരാണ് ഗൂഗിൾ ഡോർക്കിംഗ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ഡോർക്കിംഗ് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം. പക്ഷെ നമ്മുടെ കോഴ്സിൽ അത്രയും അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കാനില്ല, കാരണം ഇത് ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് ആയതുകൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഡോർക്കിംഗ് ഒക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുക. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഡോർക്കിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു സാധനം പാസീവ് റെക്കഗ്നൈസൻസിന്റെ അടുത്തൊരു സംഭവമാണ്. ഇതെന്താ എടാ, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വിചാരിക്കുക. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു തിയറി പോലെ ഒരു സാധനം പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ സബ് ഡൊമൈൻസ് എന്താന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതെന്താ ഞാൻ സംഭവം എന്ന് പറഞ്ഞുതരാം. എടാ, നമുക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ defenso.in എന്നല്ലേ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്, defenso.in. ഓക്കെ, ഈ defenso.in എന്ന് പറയുന്നത് ഒരു ഡൊമൈൻ ആണ്. അതായത് നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡൊമൈൻ നെയിമിന്റെ പേരാണ് defenso.in. അപ്പൊ ഈ defenso.in എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഡൊമൈൻ ആണെന്ന് വിചാരിക്കാം. അത് ഒരു പ്രത്യേക ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് defenso.in. നമ്മുടെ ഉദ്ദേശം എന്താ defenso.ന്റെ? നമ്മുടെ ഡിഫൻസോ ഹാക്കേഴ്സ് അക്കാഡമിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് defenso.in എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, നമുക്ക് വേറൊരു പരിപാടിയും ഉണ്ട്. എന്താ പറയുന്നത്, ക്ലാസ്സുകൾ, പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ക്വിസ്, ഇതൊക്കെ നടത്തുന്ന ഒരു പേജ് നമുക്കുണ്ട്. പക്ഷെ അത് നമ്മൾ defenso.in എന്നല്ല, lms.defenso.in എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ LMS എന്ന് പറയുന്ന സംഭവം എന്താ? നമ്മുടെ ഒരു സബ് ഡൊമൈൻ ആണ്. അതിന്റെ ആക്ടിവിറ്റി എന്താണ് സംഭവം? അതിന് വേറൊരു ആക്ടിവിറ്റി, അവിടെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി എന്താ? നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൂടുക, അതുപോലെ തന്നെ ക്വിസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, ഇതുപോലത്തെ അവരുടെ പ്രോഗ്രസ് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ആണ് ആ ഒരു സബ് ഡൊമൈന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ കുറെ സബ് ഡൊമൈൻസ് നമുക്ക് വെക്കാൻ പറ്റും ഓരോരോ ഫംഗ്ഷന് വേണ്ടി. മനസ്സിലായോ? അതായത് നമ്മുടെ മെയിൻ ഡൊമൈനിന്റെ ഫംഗ്ഷന് ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല സബ് ഡൊമൈൻസിന്. അതായത്
നമ്മുടെ പാരന്റ് ഒരു ഒരു പാരന്റും അയാളുടെ മക്കളാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഒരു ഫാമിലി പോലെ ചിന്തിച്ചാൽ മതി. ഒരു പാരന്റ്, അയാളുടെ മക്കള്, അയാളെ ഇപ്പം നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാദർ, പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈലേ ആയിരിക്കില്ല നമുക്ക്. പുള്ളിയുടെ ജീവിത ലക്ഷ്യം വേറെയായിരുന്നു, പുള്ളിയുടെ ജീവിത രീതികൾ വേറെയായിരുന്നു, നമ്മുടേതും വേറെയാണ്. പക്ഷെ നമ്മളെന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു മകനായതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ചില സ്വഭാവ സവിശേഷതകളും ഉണ്ടാകുമല്ലോ. സെയിം സാധനമാണ് ഒരു ഡൊമൈനും സബ് ഡൊമൈനും. നമുക്ക് ആ ഒരു ഡൊമൈനോട് ചെറിയൊരു കണക്ഷൻ ഉണ്ടാവും, കാരണം നമ്മൾ ആ ഡൊമൈൻ്റെ സബ് ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മുടെ മെയിൻ ഡൊമൈൻ്റെയും സബ് ഡൊമൈൻ്റെ ഫങ്ഷൻസ് ഒരിക്കലും നിർബന്ധമാകണമെന്നില്ല ഒരേ ഫങ്ഷൻസ് ആയിരിക്കണം. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരേ ഫങ്ഷൻസ് തന്നെയായിരിക്കാം. പക്ഷെ ഇതിങ്ങനെ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആയിരിക്കും ഡൊമൈൻ്റെയും സബ് ഡൊമൈൻ്റെയും. അപ്പോൾ ഈ ഡൊമൈനും സബ് ഡൊമൈനും തമ്മിലൊരു വ്യത്യാസം മനസ്സിലായോ? ഇപ്പോൾ വേറൊരു ഡൊമൈൻ ഞാൻ പ്രാക്ടിക്കലി പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ കാണിച്ചുതരാം. കാരണം നമുക്കധികം സബ് ഡൊമൈൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ വെബ്സൈറ്റുകൾ കാണിച്ചുതരാം. ഇപ്പം നിങ്ങളിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ട ലേൺ ഡോട്ട് സ്ക്രീൻ ഷെയർ അല്ല, സോറി. ഓക്കെ എടാ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, www.prototype.com എന്നുണ്ട. ഇത് പ്രോട്ടോടൈപ്പിന്റെ ഫാദർ ഡൊമൈൻ, അതായത് ഒറിജിൻ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ learn.prototype.com എന്ന് കണ്ട. ഈ ലേൺ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു സബ് ഡൊമൈൻ ആണ്. പ്രോട്ടോടൈപ്പ്.comന്റെ എന്താണ് സബ് ഡൊമൈൻ ആണ് learn.prototype.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ ഗൂഗിൾ ഇത് കണ്ടോ, student.prototype.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് വേറൊരു സബ് ഡൊമൈൻ ആണ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റഡി, ഇത് വേറൊരു സബ് ഡൊമൈൻ ആണ്. ഇങ്ങനെ പല സബ് ഡൊമൈൻസും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് സബ് ഡൊമൈൻസ് ഉണ്ട്, പ്രൈമറി സബ് ഡൊമൈൻസ് ഉണ്ട്, സെക്കൻഡറി സബ് ഡൊമൈൻസ് ഉണ്ട്, ടെറിഷറി സബ് ഡൊമൈൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഈ സ്റ്റഡിക്ക് മുമ്പ് വേറെയും വന്നിരിക്കും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നോട്ട് പാഡ് എടുക്കേണ്ടി വരും. ഓക്കെ, ഓൾട്രിക്സ് എൻ്റെ alltricks.com എന്താ വലുതാവാത്ത? അവിടെ നിങ്ങൾക്ക് alltricks.com എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാം അല്ലേ? ഓക്കെ, ഇത് എൻ്റെ പേരിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് വിചാരിക്കുക, alltricks.com, abc.alltricks.com. ഇതിന്റെ പേരാണ് പ്രൈമറി സബ് ഡൊമൈൻ. നമ്മൾ ഇതിന് ജസ്റ്റ് സബ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഇതൊരു പ്രൈമറി സബ് ഡൊമൈൻ ആണ്. ഇനി സെക്കൻഡറി സബ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ study.abc.alltricks.com ഇങ്ങനെയാണ് സെക്കൻഡറി സബ് ഡൊമൈൻ പോകും. അപ്പൊ ഇങ്ങനെ ടെർഷറി അങ്ങനെയൊക്കെ സംഭവങ്ങൾ പോകും. നിങ്ങൾ ഇതിനകത്ത് ഇത്രയും ഡീപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു വന്നേ ഉള്ളൂ. ഇങ്ങനെ ആണ് സബ് ഡൊമൈൻസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കാണുമ്പോൾ മനസ്സിലാകും ഡൊമൈൻസ്. നിങ്ങളൊരു വെബ്സൈറ്റ് നോക്കുക, ലിങ്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊരു സെക്കൻഡറി സബ് ഡൊമൈൻ ആണല്ലേ. ഇതൊക്കെ ഈ സബ് ഡൊമൈൻസും കാര്യങ്ങളും നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ തിയറി ക്ലാസ് എടുത്തിരുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റാക്ക് സർഫസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതായത് അറ്റാക്ക് സർഫസിന്റെ എണ്ണം കൂടുന്തോറും വൾണറബിലിറ്റി കൂടുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ? അതായത് ഇത്ര എംപ്ലോയീസ് ഇന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇത്ര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഒരു വെബ്സൈറ്റ്, ആ ഒറ്റ വെബ്സൈറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒറ്റ വെബ്സൈറ്റേ ഉള്ളൂങ്കിൽ എന്തായിരിക്കും, നമുക്ക് അതിനകത്തുള്ള വൾണറബിലിറ്റി കണ്ടുപിടിക്കാൻ ഇച്ചിരി കഷ്ടമായിരിക്കും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ വെബ്സൈറ്റിന് ഒരു 7-8 സബ് ഡൊമൈൻസും ആ സബ് ഡൊമൈൻസിനൊക്കെ ഒരു സെക്കൻഡറി സബ് ഡൊമൈൻസ് ആയിട്ട് ഒരു 10-200 സബ് ഡൊമൈൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കാണ് ടാർജറ്റുകൾ. അതായത് നമ്മുടെ പ്രൈമറി ഡൊമൈൻ ആണല്ലോ, അത് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ സബ് ഡൊമൈൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം അത് ചിലപ്പോൾ വെറുതെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി അത്രയും എക്സ്പെൻസ് മുടക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ പറയുന്ന സബ് ഡൊമൈൻസിന്റെ എണ്ണം കൂടുന്തോറും നമുക്കുള്ള ടാർജറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ അറ്റാക്കുകളുടെ എണ്ണം, അറ്റാക്ക് സർഫസ് ആണ്.
അറ്റാക്ക് സർഫസിന്റെ എണ്ണം കൂടുന്നതോറും നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള വഴി എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സെക്കൻഡറി സബ് ഡൊമൈൻസും ഉണ്ടെങ്കിലോ അപ്പൊ പിന്നെയും കൂടി. അപ്പൊ അതായത് ഈ ഫസ്റ്റ് മെയിൻ ഡൊമൈൻ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഒരിക്കലും സബ് ഡൊമൈൻസിനെയും അതിന്റെ സബ് ഡൊമൈൻസിനെ ഒന്നും കെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സബ് ഡൊമൈൻസിനെയും സെക്കൻഡറി സബ് ഡൊമൈൻസിനെയും ടെർഷ്യറി സബ് ഡൊമൈൻസിനെയും ഒക്കെ കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനകത്തുള്ള വൾണറബിലിറ്റി കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ എത്രമാത്രം സബ് ഡൊമൈൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നോ അത്രമാത്രം ടാർജറ്റുകളെ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ നമുക്ക് അത്ര ടാർജറ്റുകളെ കിട്ടുന്തോറും നമുക്ക് എന്താണ് ഉപകാരം? നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സോഴ്സസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ സബ് ഡൊമൈൻസ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസ്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എടാ സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ, ഷോ മൈ സ്ക്രീൻ യു ആർ പ്രസന്റിങ്. ഓക്കെ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല വേറെ സ്ക്രീനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും ആട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി. ഓക്കെ, എടാ വെബ്സൈറ്റ് builtwith.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. This site cannot be reached. അത് പോയാ DUIL. ഓക്കെ, എടാ ഈ ഒരു വെബ്സൈറ്റ്, അത് ബിൽറ്റ് വിത്ത് ടെക്നോളജി ലുക്കപ്പ്. ഈ ബിൽറ്റ് വിത്ത് .com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം defenso.in എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റ് എന്താ. ഓക്കെ, എടാ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു വെബ്സൈറ്റ്, നമുക്കൊരു ടാർജറ്റ് വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഭയങ്കര ചൊറയാണല്ലോ. ഓക്കെ, എടാ കോള് കട്ടായി പോയാ? എടാ എനിക്ക് വേറെ സ്ക്രീനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ, എടാ നമ്മള് ഒരു വെബ്സൈറ്റ്, നമുക്കൊരു ടാർജറ്റ് വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇതെങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, ഇതിന്റെ വെർഷൻസ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയണം. എങ്കിൽ നമുക്ക് ഇതിനെ അതിൻ്റെതായ രീതി പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആക്റ്റീവ് റെക്കഗ്നൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതല്ലാതെ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ള പാസീവ് റെക്കഗ്നൈസൻസ്. അതായത് നമ്മൾ ഡയറക്റ്റ് ആ വെബ്സൈറ്റിലോട്ട് അറ്റാക്ക് ചെയ്യാതെ തന്നെ ഈ വെബ്സൈറ്റ് എന്ത് വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗമാണ് ബിൽറ്റ് വിത്ത് .com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വെബ്സൈറ്റിന്റെ പേര് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നത് ഇത് തന്നെ പറഞ്ഞു തരും. എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ട്, ഇംഗ്ലീഷ് HRF ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫിക്സ് ഫോംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെ എല്ലാ സാധനങ്ങളും പറയും. ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രൊഫൈലിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് പേയ്മെന്റ് ഉണ്ടാവും. ഓക്കെ, മെറ്റാ പ്രൊഡക്ട്സ് ലൊക്കേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ഈ ഉത്തർപ്രദേശ് എന്നുള്ളതൊന്നും കണക്കാക്കണ്ട, ചിലപ്പം സെർവറിന്റെ സ്ഥലമായിരിക്കും. ഇതുണ്ട് Instagram.com എന്തോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താന്ന്. ഡിഫൻസോ സേഫ്റ്റി, ഇതാത്ത ഇൻസ്റ്റാഗ്രാം പേജാ. defenso.in, ഇത് നമ്മുടെ വെബ്സൈറ്റ് തന്നെ അല്ലേടാ ഞാൻ കയറിയേക്കുന്നത്. ചമൻഗാഞ്ച് ഉത്തർപ്രദേശ് പബ്ലിക്കലി ലിസ്റ്റഡ് കോണ്ടാക്ട്സ്. ആട്ടെ ഗുമ്മാളെ, എടാ defenso.in എന്നിട്ട് വേറൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഡിഫൻസോ, വ്യത്യാസം മനസ്സിലാടാ. അതെ, എന്താ പറ്റിയെന്ന് ഒരു എഫ് ഇട്ടിട്ടില്ല, ഇത് വേറെ ഏതോ defenso.in ആണ്. ഞാനേ ഒരു എഫ് കുറച്ചായിട്ടിരിക്കുന്നത്.
ഞാനും പേടിച്ചു ഇതെന്താ ഇങ്ങനെ വന്നേന്ന്. സോറി, ഒന്നും കൂടി അടിക്കാം. ഡിഫൻസോ ഡോട്ട് ഇൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾസ് അനലിറ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത് അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ആരൊക്കെ കയറിയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഗൂഗിളിന്റെ ഒരു സംഭവമാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഗൂഗിൾ ടാഗ് മാനേജർ, ഗൂഗിൾ ഫോണ്ട് API, എഡ്യൂക്കേഷൻ ഓർഗനൈസേഷന്റെ സ്കീമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ മൊബൈൽ വെബ് ക്ലിപ്സ് ഐക്കൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ CDN.js, അങ്ങനെ 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 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സ്, ഇങ്ങനെ കണ്ടോ ലിങ്ക്ഡിൻ നമ്മൾ ലിങ്ക്ഡിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. UTF-8, മെറ്റ ഡിസ്ക്രിപ്ഷൻ, മെറ്റ കീവേഡ്സ്, ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെ 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 നമ്മുടെ വെബ്സൈറ്റ് എന്തൊക്കെ വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതിന്റെ വെർഷൻസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ്, അങ്ങനെ 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 നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി എന്തൊക്കെ അറിയാനുണ്ടോ, അതിന്റെ ബാക്ക് എൻഡിനെ പറ്റി, ഓക്കെ, ബാക്ക് എൻഡിനെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാനുണ്ടോ അതൊക്കെ നമുക്ക് എവിടെ നിന്ന് അറിയാൻ പറ്റും? ഈ ബിൽട്ട് വിത്ത് എന്ന് പറയുന്ന ഒരു എന്താ പറയാ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെറ്റ്വർക്ക് ലേശം സ്ലോ ആണ്, ഒരു മിനിറ്റ് ഒന്ന് കറങ്ങി എത്തട്ടെ. ഇതിപ്പോ ഞാൻ ഡിഫൻസോ ശരിക്കും പറഞ്ഞാൽ കാണിക്കാൻ പാടില്ല, പക്ഷെ എങ്കിൽ പോലെ ഡിഫൻസോ എടുത്ത് മറ്റൊരു വെബ്സൈറ്റ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഡിഫൻസോ എടുത്ത് കാണിക്കുന്നത്. ഇനി ഡിഫൻസോ ആരും ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. എനിക്ക് വേറൊരു എക്സാമ്പിൾ പെട്ടെന്ന് മൈൻഡ് വന്നിട്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതെടുത്തത്. നെറ്റ് സ്ലോ ആണല്ലോ. ഓക്കെ, അപ്പൊ അതെന്ത് ലോഡായി വരട്ടെ. ഈ സാധനം ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ ആ ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബിൽട്ട് വിത്ത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? അതായത് നമുക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് എൻഡ് എന്തൊക്കെ വെച്ചാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പാസീവ് റെക്കഗ്നൈസൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ പറയുന്ന ഒരു വെബ്സൈറ്റ്, നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് builtwith.com. അപ്പൊ നമ്മൾ ഈ ബഗ് ബൗണ്ടിങ് കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഈ ബിൽട്ട് വിത്ത് എന്ന് പറയുന്ന എന്താ പറയാ വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഇത് അതിനുവേണ്ടി മാത്രമല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഫേക്ക് വെബ്സൈറ്റിന്റെ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നേരത്തെ ചോദിച്ചാൽ ഫിഷ് ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് builtwith.com ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ തന്നെ വേറൊരു സംഭവമുണ്ട്, ഹൂ ഈസ് ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഹൂ ഈസ് ലുക്കപ്പ്, ഹൂ ഈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെർമിനൽ ഒരു കമാൻഡ് ആണ്. ഇപ്പം ഹൂ ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് ഉണ്ട് നമ്മുടെ ടെർമിനലില്. ഓക്കെ, ഓ സോറിടാ, സോറി. builtwith.comന്റെ ലിങ്ക് ഉണ്ടോ? എടാ ജസ്റ്റ് builtwith.com എന്ന് സെർച്ച് ചെയ്താൽ മതി, അത് അപ്പൊ തന്നെ കിട്ടിക്കോളും. ഓക്കെ ഓക്കെ, ഇപ്പൊ സ്ക്രീൻ ഷെയർ അല്ലേ? ഓക്കെ, ഈ ഹൂ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ കമാൻഡ് എന്തിനാ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു വെബ്സൈറ്റ് കിട്ടി. ആ വെബ്സൈറ്റ് റിയൽ ആണോ, അതിന്റെ രജിസ്ട്രി എവിടെയാണ്, അതിന്റെ നെയിം സെർവർ എവിടെയാണ്, മെയിൽ സെർവർ എവിടെയാണ്, അതിന്റെ രജിസ്ട്രി മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ വേണ്ടിയുള്ള ഒരു കമാൻഡ് ഉണ്ട് ഹൂ ഈസ്. അപ്പൊ ഞാനുണ്ട് സെയിം ഡിഫൻസോ.in തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഡിഫൻസോ.in ഹൂ ഈസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ വരുന്നത് നോക്കാം, ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ റെക്കണൻസി എടുത്തപ്പോഴും എന്തോ ലോഡ് ആവുന്നില്ലായിരുന്നു, ഇത് എങ്ങനെയൊക്കെയോ ലോഡായി. ഹൂ ഈസ് അടിച്ചപ്പോഴും വരുന്നില്ല, നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ വരുന്നുണ്ട്. എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് തന്നെ ഹെൽപ്പ്, ഓക്കെ വന്നല്ലേ, ഞാൻ പറയാൻ വരുമായിരുന്നു ഹെൽപ്പിന് വേണ്ടി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസോ.in രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തിനകത്തുമാണ്? ഗോഡാഡി എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് ഡിഫൻസോ.in നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ഗോഡാഡിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അയാന ID എന്താണ്? 146. അയാന എന്താ നമ്മൾ അന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, മറ്റേ ഈ സംഭവത്തിൽ ഏതാ
നെറ്റ്വർക്കിങ്ങിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാന എന്താന്ന്, ഇന്റർനെറ്റ് രജിസ്ട്രീനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ. ഓക്കെ, അയാന ID 146, പിന്നെ അബ്ബിസ് കോൺട്രാക്ട് ഇമെയില്, അത് ഗോഡാഡിയാണ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് റിയാക്റ്റഡ് ഫോർ പ്രൈവസി അങ്ങനെ. പിന്നെ കൺട്രി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആണ്. സ്റ്റേറ്റ് പ്രൊവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ കേരളമാണ്. അങ്ങനെ അങ്ങനെ ഇന്നത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും നമുക്കറിയുന്ന ചില ചില ഡീറ്റെയിൽസ് പോലും ചിലപ്പോൾ വലുതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക, വെബ്സൈറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഡൊമൈനെ പറ്റി നമുക്ക് ഡീപ്പായിട്ട് അന്വേഷിക്കാൻ ഇങ്ങനെയും ചില സാധനങ്ങളുണ്ട്. ഇത് അതിന്റെ രജിസ്റ്ററി ഒറിജിനൽ ആണോ, ആണെങ്കിൽ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഹൂയിസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ ഗോഡാഡി, പിന്നെയും ഗോഡാഡി. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ അയാന domain-control.com. ഓക്കെ, ഇങ്ങനെയാണ് ഹൂയിസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നത്തെ ഒരു സാധനം കൂടി ഉണ്ട്. ഹൂയിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഹൂയിസിന്റെ ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഏകദേശം ക്ലിയർ ഉണ്ടാവില്ലേ? അപ്പൊ എന്താ പറയാ, അതായത് സബ് ഡൊമൈൻസും കാര്യങ്ങളും ക്ലിയർ ആയി. ഇനി എന്തിനാണ് സബ് ഡൊമൈൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹൂയിസ്, അതായത് ഒരു വെബ്സൈറ്റിന്റെ ഇൻഫോർമേഷൻസ് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്. പാസീവ്, നമ്മൾ ഇതൊരു ആക്റ്റീവിലോട്ട് കയറിയിട്ടില്ല. പാസീവായിട്ടൊരു ഇൻഫോർമേഷൻസ് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ് റെക്കണൻസി എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. ഈ റെക്കണൻസി ടൂൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇതിപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി റെക്കണൻസി എന്താ പറയാ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ റെജാസ്പ്ലോയിറ്റ് വഴി റെക്കണൻസി എടുത്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ റെജാസ്പ്ലോയിറ്റിനകത്ത് റെക്കണൻസി കിടപ്പുണ്ട്, ഞാനിപ്പോൾ അതുവഴിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എടാ ഈ റെക്കണൻസി എന്ന് പറയുന്ന ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്ക് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെക്കണൻസി. അതായത് നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല സമയമെടുക്കും. ഇത് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ആ മെറ്റാസ്പ്ലോയിറ്റബിളിനെ പോലെയൊക്കെയാണ് ഏകദേശം ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സബ് ഡൊമൈൻസും കാര്യങ്ങളും അതുപോലെയുള്ള ചില സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെക്കൺ ടൂള്. റെക്കണൈസൻസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓട്ടോമേറ്റഡ് ടൂൾസ് ആണ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ് റെക്കണൻസി. ഓക്കെ, നിങ്ങൾ റെക്കണൻസിയെ പറ്റി തൽക്കാലം ഇപ്പം ഇത്ര അറിഞ്ഞു വെച്ചാൽ മതി. നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ റെക്കണൻസിയിൽ ഞാൻ നിങ്ങൾക്ക് DNS എനുമറേഷൻ പറഞ്ഞു തന്നില്ല. കുഴപ്പമില്ല, ഞാൻ റെക്കണൻസി തുടങ്ങിയ സ്ഥിതിക്ക് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് DNS എനുമറേഷൻ പറഞ്ഞു തരാം. ഓക്കെ, റെക്കണൻസിയിൽ നമ്മൾ എങ്ങനെയാ വർക്ക് ചെയ്ത് തുടങ്ങേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാട്ടോ റെക്കണൻസി കാണിച്ചിരുന്നത്. എനിക്ക് റെക്കണൻസി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് റെക്കണൻസി നിങ്ങൾക്ക് എടുത്തു തരാനില്ല കേട്ടോ. നമ്മുടെ മൊഡ്യൂളിൽ റെക്കണൻസി ഇല്ല. എങ്കിൽ പോയി റെക്കണൻസി കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൂള് കാണിച്ചു തരണ്ടേ ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ. അതിനുവേണ്ടിയാണ് ഞാൻ റെക്കണൻസി എടുത്തു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെക്കണൻസി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് സംഭവം കാണുന്നുണ്ടോ? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. പ്ലേസ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് ഞാൻ അടിച്ചത് മാർക്കറ്റ് പ്ലേസ് റിമൂവ് സെർച്ച്, സോറി മാർക്കറ്റ് പ്ലേസ് അല്ല, വർക്ക് സ്പേസ് ആണ് കേട്ടോ. വർക്ക് സ്പേസസ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റ് വർക്ക് സ്പേസ് അടിക്കണം. ലിസ്റ്റ് വർക്ക് സ്പേസ് ഇൻവാലിഡ് കമാൻഡോ. വർക്ക് സ്പേസസ് ലിസ്റ്റ് വർക്ക് സ്പേസസ്. സ്പെല്ലിങ് തെറ്റൊന്നുമില്ലല്ലോ. ആദ്യം ഞാൻ ഒന്ന് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നോക്കട്ടെ. ക്രിയേറ്റ് വർക്ക് സ്പേസസ് ക്രിയേറ്റ് Alteryx ലിസ്റ്റ്. ഓക്കെ, വർക്ക് സ്പേസസ് ലിസ്റ്റ്.
ഓക്കെ എടാ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഇടണം. അതായത് നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യാൻ പോവാണ്, നമ്മളൊരു പ്രത്യേക കാര്യം ഇപ്പൊ ചെയ്യാൻ പോവാണ് റെക്കണം ചെയ്ത്, അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിടണം. അതായത് ഒരു ഫോൾഡർ എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ആ ഫോൾഡറിലായിരിക്കും പിന്നെ പണിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, വർക്ക് സ്പേസ് ആദ്യം ലിസ്റ്റ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ നേരെ തിരിച്ചാവും, ഉൾട്ടായിട്ടാണ് കമാൻഡ് അടിച്ചത്. ലിസ്റ്റ് വർക്ക് സ്പേസിന് പകരം വർക്ക് സ്പേസസ് ലിസ്റ്റ് എന്നായിരുന്നു അടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ വർക്ക് സ്പേസ് ലിസ്റ്റസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 വർക്ക് സ്പേസുകൾ കാണാൻ പറ്റും. ഏതൊക്കെ? ഓൾട്രിക്സും ഡിഫോൾട്ടും. അതായത് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഡീഫോൾട്ട് ആയിട്ട് ഒരു വർക്ക് സ്പേസ് അവിടെ വന്ന് കിടപ്പുണ്ടാവും. പക്ഷെ നമുക്ക് അതല്ലല്ലോ വേണ്ടത്, നമുക്കൊരു സ്പെസിഫൈഡ് ഒരു ഇത് വേണമല്ലോ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഓൾട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. വേണം നമുക്ക് ഒരു വർക്ക് സ്പേസും കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി വർക്ക് സ്പേസസ് ക്രിയേറ്റ്, എന്താ പറയുക, അഫ്നാൻ്റെ പേരിലാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഏത് വർക്ക് സ്പേസിലാണ് കിടക്കുന്നത് നോക്കിക്കേ, അഫ്നാനിലാണ്. പക്ഷെ എനിക്കിപ്പോൾ തിരിച്ച് എങ്ങോട്ടാണ് പോകണ്ടേ? എനിക്ക് തിരിച്ച് എൻ്റെ വർക്ക് സ്പേസിൽ തന്നെ പോകണം എന്ന് വിചാരിക്കാം. വർക്ക് സ്പേസസ് ലോഡ് ഓൾട്രിക്സ് എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ തിരിച്ച് എൻ്റെ ഏത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേടാ സ്ക്രീനിൽ? ഇവിടെ കണ്ട വർക്ക് സ്പേസിന്റെ പേര് മാറുന്നത്. ഓക്കെ, ഞാൻ ഒരു വർക്ക് സ്പേസും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ പോവാം. അപ്പം വർക്ക് സ്പേസസ് ക്രിയേറ്റ് ടെസ്ല. ഓക്കെ, അപ്പം ഞാൻ ടെസ്ലയുടെ പേരിൽ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് ഫോൾഡർ ക്രിയേഷനും ഒരു ഫോൾഡറിൽ നിന്ന് എങ്ങനെയാണ് മാറേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പ് എടുത്ത് മുമ്പിൽ വെക്കാൻ പറഞ്ഞാൽ ഈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എടാ, ഞാനിങ്ങനെ ഓടിച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളോട് എന്തിനാണ് നിരഞ്ജൻ ക്ലാസ് കൂടുമ്പം ലാപ്ടോപ്പ് എടുത്ത് ക്ലാസ് കൂടാന്ന് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഞാൻ ഈ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ വേണ്ടി, അതായത് എനിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല. അതായത് നിങ്ങളോട് എല്ലാവരുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ ചേട്ടാ അത് ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്കിങ്ങനെ നോക്കിയിരിക്കാനുള്ള സമയമില്ല. ഇതൊരു ചെറിയ കോഴ്സാണല്ലോ. അപ്പം എന്താ ചെയ്യുക, ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ അപ്പാടേ നിങ്ങൾക്ക് ചെയ്തു പോകാൻ വേണ്ടിയാണ്. നിങ്ങൾ ഫോണിൽ മീറ്റ് കൂടിയിട്ട് നിങ്ങൾ ലാപ്പിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നാളെ തൊട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളിത് എങ്ങനെ തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പ്രൂഫിന് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്ലാസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അതല്ലെങ്കിൽ വേറെന്താ വഴി? ഇപ്പം ഞാനിവിടെ റെക്കണൻസിയെ പറ്റി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു റെക്കണൻസിയുടെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് റെക്കണൻസിന്റെ ക്ലാസ്സിനെ പറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. മനസ്സിലായില്ലേ? അതായത് ഞാനിവിടെ റെക്കണൻസി ഓടിച്ചു വിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പോലും പിന്നീട് നിങ്ങൾ റെക്കണൻസി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കണൻസി പെട്ടെന്ന് കത്തും. യൂട്യൂബ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് വീഡിയോസ് ആയിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അത് കത്തിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യും. ഒന്നെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് പോകുമ്പോൾ അതിനൊപ്പം നിങ്ങൾക്ക് ഇരുന്ന് റെക്കണൻസി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എൻ്റെ ഈ ലിങ്ക് ചോദിച്ചാൽ ഞാനിത് അയച്ചു തരാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ എത്ര പേരുണ്ടാ? ഓക്കെ, വേറെ ആരും ഇല്ലല്ലോ അല്ലേ? ഇത് നിങ്ങളിങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് മാത്രം ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഞാനിങ്ങനെ ഒരു ലിങ്ക് തരുന്ന കാര്യം വേറെ ആരും അറിയരുത്. അതെനിക്ക് പ്രോമിസ് ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അതായത് ആർക്കെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷെ ഇത് ആരോടും പറഞ്ഞേക്കരുത് ഞാൻ ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എനിക്ക് അവരെ പോലെ നിങ്ങളെ വഴക്ക് പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എൻ്റെ ഒപ്പം ചെയ്തു പോവാം, അല്ലെങ്കിൽ ഈ ക്ലാസ് കൂടി കഴിഞ്ഞ് യൂട്യൂബിലിരുന്ന ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ആ ക്ലാസ്സിന് വേണ്ടി സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കുമല്ലോ അത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടി ഞാൻ ലിങ്ക് തരാം. ഓക്കെ, കമാൻഡ് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ടെസ്ലയുടെ പേരിലാണ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചില സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. മാർക്കറ്റ് പ്ലേസ്. നമുക്കിവിടെ എന്തിൽ ഡൗട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഹെൽപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കമാൻഡ് വന്നോളും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കമാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഹെൽപ്പ് അടിച്ചു കഴിഞ്ഞാൽ കമാൻഡ് വരും.
ഓക്കെ, അപ്പം ഞാനിപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിക്ക് നമുക്ക് കുറച്ച് എന്ത് വേണം, ടൂൾസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പം ഞാനിപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ്. ഓക്കെ, മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ഞാൻ സെർച്ച് ചെയ്യട്ടെ. സെർച്ച് ബ്രൂട്ട്. ഓക്കെ, ഞാനിപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ സെർച്ച് ബ്രൂട്ട് എന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ ഒരു സാധനം വന്ന് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഡൊമൈൻസ് ബ്രൂട്ട് സഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് ഞാൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് ഇവിടെ കാണാം, നോട്ട് ഇൻസ്റ്റാൾഡ്. അപ്പോൾ ഞാൻ ആദ്യം ഈ സാധനം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണേ. അതിന് മാർക്കറ്റ് പ്ലേസ് ഇൻസ്റ്റാൾ എന്നിട്ട് ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അതൊരു മൊഡ്യൂള് ഡൗൺലോഡ് ആവും. സമയം കൊടുക്കട്ടെ. നെറ്റ്വർക്ക് ചെറിയ സ്ലോ ആണ്, അതാ ഇത്ര സമയം എടുക്കുന്നത്. എനിക്കൊന്ന് ഗൂഗിൾ മീറ്റും കോളേജ് നെക്സ് എല്ലാം കൂടി റൺ ആവുന്നുണ്ടാന്ന് തോന്നുന്നു. ഇച്ചിരി സമയം കൂടുതലാണല്ലോ. അവിടെ അതൊന്ന് ഡൗൺലോഡ് ആവട്ടെ. ഭയങ്കര സമയം എടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ DNS എന്യൂമറേഷൻ പറഞ്ഞു തന്നാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ പോകും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓടം വരെ. എന്ത് ഇത്ര സമയം എടുക്കുന്നത്? ഏതാടാ വർക്ക് സ്പേസാ? എടാ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിടുന്നു. അതിപ്പോ നീ ഇപ്പൊ നോക്കി കഴിയാ, ഞാനിപ്പോ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, അതായത് റെക്കണൻസി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് ഒരു വർക്ക് സ്പേസ് കിടപ്പുണ്ട് നമുക്ക്. പക്ഷെ ഞാനിപ്പോ നീ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ടെസ്ലൈന്റെ സബ് ഡൊമൈൻസ് കണ്ടുപിടിച്ചല്ല ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഡിഫൻസോടെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ച് വെച്ചിരിക്കുക. പിന്നെ ഞാൻ ഗൂഗിളിന്റെ സബ് ഡൊമൈൻസ് എല്ലാം കണ്ടുപിടിച്ച് ഇവിടെ തന്നെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇത് ഏതിന്റെയാണ്, എന്തെടുക്കാനാണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ആവൂലേ? ഇപ്പൊ നീ എന്താ പറയാ, നമ്മളിപ്പോ ലാപ്ടോപ്പിൽ തന്നെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ ഫയൽ മാനേജർ എടുത്ത് കാണിക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? ഇത് എന്തിനു വേണ്ടിയാണ്? അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ സ്പെസിഫൈഡ് ആയിട്ട് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും. ഇപ്പൊ എനിക്ക് ഓടിപ്പോയിട്ട് എടുക്കണമെങ്കിൽ ഓക്കെ, എനിക്ക് ആ ഫോൾഡറിന്റെ പേര് അടിച്ചു. എനിക്ക് അലൻ എന്നുള്ള ഫോൾഡർ ആയി കഴിഞ്ഞാൽ അവയർനെസ് ക്ലാസ്, ഞാൻ പോകുന്ന അവയർനെസ് ക്ലാസിന്റെ ഫയലുകൾ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ എന്താ മാക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതെന്തോ കഥയുടെ സംഭവമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ഫോൾഡർ ഇത്രയും ചിന്തിച്ചാൽ നമ്മൾ എന്തിനാ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിടുന്നത്? നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ആ ഫോൾഡറിൽ എന്താ, എന്നിട്ട് അതിന് പേരും കൊടുക്കുന്നുണ്ട്. എന്തിനാ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാനും നമുക്ക് പ്രത്യേകം ആ പണി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഓർഡർ പോയിട്ട് നമ്മളിപ്പോ ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പം എനിക്ക് അവയർനെസ് ക്ലാസിന്റെ PDF എനിക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കാണ്ട്, ഞാൻ വേഗം അവയർനെസ് ക്ലാസ് എടുക്കും. ഇതിനകത്ത് എന്റെ PDF കൊടുക്കേണ്ട പ്രസന്റേഷൻ ഈ PDF അങ്ങ് അയച്ചു കൊടുക്കും. അപ്പൊ ഇത് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പേര് വെച്ചിരിക്കുന്ന ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്, അല്ലേ? സെയിം പോലെ തന്നെ നമ്മൾ എല്ലാം കൂടി ഒരിടത്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. പിന്നെ അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിടുന്നു, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിടുന്നു. ഇതിന് പറയുന്ന പേരാണ് വർക്ക് സ്പേസ്. അപ്പൊ വർക്ക് സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് എന്ത്? വർക്ക് സ്പേസ് ക്രിയേറ്റ് എന്നിട്ട് അതിന്റെ പേര് മനസ്സിലായോ? വർക്ക് സ്പേസസ് ക്രിയേറ്റ് അഫ്നാൻ ഇട്ട് കഴിഞ്ഞാൽ അഫ്നാന്റെ പേരിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ആയി കിടക്കും. ഇത് കഴിഞ്ഞോ നോക്കട്ടെ. ഓക്കെ എടാ, ആ മൊഡ്യൂൾ ക്രിയേറ്റ് ആയി കിടപ്പുണ്ട്. ഞാനിപ്പം വർക്ക് സ്പേസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരാവേ. വർക്ക് സ്പേസസ് ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എത്ര വർക്ക് സ്പേസ് കിടപ്പുണ്ട്? ടെസ്ല എന്ന് പറഞ്ഞൊരു വർക്ക് സ്പേസ് കിടപ്പുണ്ട്, ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു വർക്ക് സ്പേസ് കിടപ്പുണ്ട്, ഓൾട്രിക്സ് എന്ന് പറഞ്ഞൊരു വർക്ക് സ്പേസ് കിടപ്പുണ്ട്, അഫ്നൻ എന്ന് പറഞ്ഞൊരു വർക്ക് സ്പേസ് കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ ഫോൾഡർ ആയിട്ട് കണ്ടുപിടിക്കാൽ മതി. ഇപ്പൊ ഞാൻ ടെസ്ലയുടെ പേരിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ടെസ്ല എന്ന് പറയുന്ന വർക്ക് സ്പേസിൽ നിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്കിപ്പോ അഫ്നനെ പറ്റിയാണ് ഞാൻ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ വർക്ക് സ്പേസ് മാറിയിട്ട് അഫ്നനിലേക്ക് പോകും. വർക്ക് സ്പേസസ് ലോഡ് അഫ്നനിലേക്ക് ഞാൻ കമാൻഡ് പറ്റി.
അഫ്നാനായി അഫ്നാൻ വർക്ക് സ്പേസിന്റെ സ്പെല്ലിംഗും തെറ്റാം. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ടെസ്ല എന്ന് പറഞ്ഞ് ഞാൻ അഫ്നനിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ അഫ്നന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഫോൾഡറിലാണ് എന്റെ വർക്കുകളൊക്കെ സേവ് ചെയ്ത് ഇടാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ അഫ്നൻ എന്നുള്ള പേജിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ സംഭവം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി. ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു ഫോൾഡർ, അത്രേ ഉള്ളൂ ഈ സംഭവം വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പേര് തന്നെ ഉണ്ട്, എന്ത്, വർക്ക് ചെയ്യാനുള്ള സ്പേസ്. അതാണ് വർക്ക് സ്പേസസ്. മനസ്സിലായില്ലേ? അത് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് തിരിച്ച് ടെസ്ലയിലേക്ക് തന്നെ പോവാം. അപ്പോൾ വർക്ക് സ്പേസസ് ലോഡ് ടെസ്ലയിലേക്ക് ഞാൻ തിരിച്ചു പോയില്ല അല്ലേ, ഇൻവാലിഡ് നെയിം എന്താ പറ്റി. ഓക്കെ, ടെസ്ലയിലോട്ട് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ നമ്മളൊരു മൊഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബ്രൂട്ട് സഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു. അതൊരു ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് നമ്മൾ എടുക്കുന്ന സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ, ഒരു വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ബ്രൂട്ട് സഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ ബ്രൂട്ട് സഫിക്സ് യൂസ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ ആദ്യം മൊഡ്യൂള് ഒന്ന് സെർച്ച് ചെയ്തോട്ടെ. മൊഡ്യൂൾസ് സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഓക്കെ, ഞാനിവിടെ ആകെ ഒരു മൊഡ്യൂളെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ, ബ്രൂട്ട് സഫിക്സ്. അപ്പോൾ ഈ ബ്രൂട്ട് സഫിക്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി ഈ മൊഡ്യൂൾ ഞാൻ യൂസ് ചെയ്യാൻ പോവാണേ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, മൊഡ്യൂൾസ് ലോഡ്, എന്നിട്ട് ഞാനിപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ പേര് കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇതേ ആ മൊഡ്യൂൾ ലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിക്കാൻ പോകണം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടെസ്ല എന്ന് പറയുന്ന കമ്പനിയുടെ സബ് ഡൊമൈൻസ്, അതായത് അവർക്ക് എത്ര സബ് ഡൊമൈൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. നമ്മൾ എന്തിനാ സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കുന്നത്, നമ്മളിപ്പോൾ ടെസ്ലയെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ടെസ്ലയ്ക്ക് എത്ര വെബ്സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ് ഡൊമൈൻസ് വീക്ക് ആയതുകൊണ്ട് നമുക്ക് സബ് ഡൊമൈൻസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അറ്റാക്ക് ചെയ്തു അതുമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന മറ്റ് വെബ്സൈറ്റുകളിലേക്ക് പോയി ലാസ്റ്റ് നമുക്ക് ടെസ്ല.കോമിൽ ആക്സസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായത്? ഇപ്പൊ ഞാനിപ്പോൾ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ പോകണം. എന്തിനു വേണ്ടി, ഇതിന്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ആദ്യം ഡാറ്റാബേസിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. DB ക്വറി ഇതെന്ന് പറഞ്ഞാൽ SQL ആണ് കേട്ടോ. SQL ലാംഗ്വേജ് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. +2 കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. DB ഒരു സെലക്ട് ഫ്രം ഡൊമൈൻസ്. നോ സച്ച് ഡൊമൈൻസ്. ഓക്കെ, നോ സച്ച് ടേബിൾ ഡൊമൈൻസ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡൊമൈൻസിൽ നമ്മൾ എന്താ പറയാ, ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത് നോ ഡാറ്റ റിട്ടേൺഡ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നുണ്ടോ, നോ ഡാറ്റ റിട്ടേൺഡ്. കാരണം എന്താ, നിലവിൽ നമ്മുടെ ഡൊമൈനിൽ ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ടാണ് നോ ഡാറ്റ റിട്ടേൺഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് ടെസ്ലയുടെ ഡാറ്റാസ് എടുക്കാൻ പോവാണേ. എങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ മൊഡ്യൂൾസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എന്തായിരുന്നു, ഇൻഫോ എന്നാണ്. അതായത് നമ്മളിപ്പോൾ ബ്രൂട്ട് സഫിക്സിൽ അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ഇൻഫോർമേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് നമുക്ക് ചില സാധനങ്ങൾ ചിലപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരും. ആ സെറ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ സഫിക്സസ് നമുക്ക് സെറ്റ് ചെയ്യേണ്ട, ഓൾറെഡി ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന ഒരു വേർഡ് ലിസ്റ്റ് കിടപ്പുണ്ട്. ഇതൊരു വേർഡ് ലിസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ട പാത്ത് ടു ദ പബ്ലിക് സഫിക്സ് വേർഡ് ലിസ്റ്റ്. ഈ വേർഡ് ലിസ്റ്റ് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് എന്തിനാണ്, ഏത് സോഴ്സിനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. കറന്റ് വാല്യൂ ഡീഫോൾട്ട് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ നമ്മളവിടെ നമ്മുടെ ടാർജറ്റിന്റെ IP കൊടുക്കണം, അല്ല ടാർജറ്റിന്റെ പേര് കൊടുക്കണം. അതിന് ഓപ്ഷൻസ് സെറ്റ് സോഴ്സ്, അതായത് ഈ സോഴ്സ് ആണല്ലോ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സോഴ്സ് കൊടുത്തിട്ട് tesla.com എന്ന് കൊടുക്കണം, tesla.com. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പൊ നമ്മുടെ സോഴ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇൻഫോ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇപ്പൊ സോഴ്സ് മാറിയിട്ടുണ്ട്, ആരാ, tesla.com. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഇവിടെ ഈ നോ റെക്കോർഡ് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ടോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ആ കൊടുക്കുന്ന പേരിൽ ഒരു സബ് ഡൊമൈൻ ഇല്ല, അതുകൊണ്ടാണ് നോ റെക്കോർഡ് ഫൗണ്ട് എന്ന് കാണിക്കുന്നത്. അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, tesla.ac എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈൻ കണ്ടുപിടിക്കുന്നുണ്ട്. എടാ ഇത് ആക്ച്വലി ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കലല്ല, ഡൊമൈൻ വേരിയേഷൻസ് കണ്ടുപിടിക്കല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡൊമൈൻ വേരിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, സബ് ഡൊമൈൻ വേറെ ആട്ടോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതും കണ്ടുപിടിച്ച് കാണിച്ചു തരാം. ഇതിവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ആ ഒരു ഇതിങ്ങനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കുന്ന സമയമുണ്ട്. വേറൊരു സംഭവമുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്ന ഡൊമൈൻസിന്റെ വേരിയേഷൻസ് ആണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരുവാണെങ്കിൽ amazon.com തന്നെ കാണിച്ചു തരാം. amazon.com നിങ്ങൾ ഈ ഒരു ഡൊമൈൻ നോക്കിയാല് .com അല്ലേ കണ്ടത്? .com ഇത് ഒരു ഡൊമൈൻ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഡൊമൈൻ സെറ്റപ്പ് ആണ് .com എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് .in. ഓക്കെ, ഇത് വേറൊരു ഡൊമൈൻ ആണ്. അതായത് ഈ ഡൊമൈൻസിന്റെ നെയിംസിൽ .com, .in, .xyz അങ്ങനെ കുറേ സംഭവം. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാ, ഇപ്പം ഭാരത് സേവ .gov കണ്ടിട്ടില്ലേ? .gov, .in, .com, പിന്നെ .tech, .edu അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നതിന്. ഇപ്പൊ നമ്മുടെ ഡിഫൻസോ കിടക്കുന്നത് എങ്ങനെയാ? ഡിഫൻസോ .in അല്ലേ, ഡിഫൻസോ .com അല്ലല്ലോ. അപ്പം അങ്ങനെ വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നതിന് കുറെ വ്യത്യസ്തമായ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മളിങ്ങനെ ഒരു വെബ്സൈറ്റിന് തന്നെ ഉണ്ടാകും. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമുക്ക് ഏതൊരു വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ട്രസ്റ്റഡ് ആണെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്ന ഒരു സംഭവമാണ് ഡിഫൻസോ അല്ല .com എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നമുക്ക് .com ആണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ട്രസ്റ്റഡ് ആണെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും .com ആണെങ്കിൽ. അപ്പോൾ യൂഷ്വലി എല്ലാ കമ്പനികളും പ്രിഫർ ചെയ്യുന്ന സാധനം എന്തായിരിക്കും? .com എന്ന് പറയുന്ന ഒരു ഹോസ്റ്റിംഗ് നെയിം ആയിരിക്കും എല്ലാവരും സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ .in ആണ് പിന്നെയുള്ള ഒരു ട്രസ്റ്റഡ് സാധനം. അപ്പോൾ ഇതിനൊക്കെ വിവിധ പ്രൈസുകൾ റേഞ്ചസ് ഉണ്ട്. അതായത് ഇപ്പൊ .comനാണ് ഭയങ്കര പൈസ ആയിരിക്കും, പക്ഷെ .in അത്ര പൈസ ഉണ്ടാവില്ല, .xyz അത്ര പൈസ ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് .comകളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നെയിമിംഗ് സിസ്റ്റം തന്നെ ഉണ്ട് ഈ ഡൊമൈൻ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഡൊമൈൻസിനും. അപ്പോൾ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയൊക്കെ .in, .gov, .edu, .tech അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാൻ പറ്റും ഒരു ഡൊമൈൻ നമുക്ക് ഡൊമൈൻസുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും tesla.com നമുക്ക് സെർച്ച് ചെയ്താൽ പോരെ. നമ്മളിപ്പോ സബ് ഡൊമൈൻസ് അല്ലല്ലോ സെർച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താ സെർച്ച് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി ലിനക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ tesla.ba, tesla.bo2, അതുപോലെ tesla.ba ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്നത്. tesla.bf, tesla.blog ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എന്തിനാ സെർച്ച് ചെയ്തത്? tesla.brazil. ഓക്കെ, നമ്മൾ സബ് ഡൊമൈൻസ് ആണ് ഇപ്പൊ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. കാരണം എന്താ? അത് ആ ഡൊമൈൻ്റെ മക്കളാണ്. നമുക്ക് അതുവഴി അറ്റാക്ക് ചെയ്ത് പോകാൻ പറ്റും. റൈറ്റ് അല്ലേ? സബ് ഡൊമൈൻസ് ആണ് നമ്മളിപ്പം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു കാരണം ഉണ്ട്, അതിനൊരു ലക്ഷ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ എന്തിനാണ് ഈ tesla.in, tesla.com, tesla.ba, tesla.blog ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിനാണ് സെർച്ച് ചെയ്യുന്നതെന്ന് അറിയാവോ? അതായത് ഒരു അറ്റാക്കറിന്, അതായത് ഡൊമൈൻ ആർക്ക് വേണേലും വാങ്ങാൻ പറ്റൂലേ? ഡൊമൈൻസ് എന്ന് പറയുന്ന സാധനം ആർക്ക് വേണേലും വാങ്ങാൻ പറ്റും പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ ഞാൻ Alteryx.com എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈൻ സെർച്ച് മേടിച്ചു വെച്ചിട്ടുണ്ട്. Alteryx.com ഞാൻ വലിയൊരു കമ്പനിയാണ്, ഞാൻ ഗൂഗിൾ പോലെ വലിയൊരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു അറ്റാക്കറിന് എൻ്റെ കമ്പനിയുടെ പേരിൽ നിങ്ങളെ പറ്റിക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ കമ്പനിയുടെ പേര് നിങ്ങളെ പറ്റിക്കണമെങ്കിൽ ഞാൻ .com മാത്രമേ മേടിച്ചു വെച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇയാൾക്ക് വേണമെങ്കിൽ Alteryx.in മേടിക്കാം. ആ സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇയാൾക്ക് വേണമെങ്കിൽ Alteryx.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് മേടിച്ചു വെക്കാം. അത് അയാളുടെ വെബ്സൈറ്റ് ആയി തീരും. കാരണം എന്താ? എൻ്റെ വെബ്സൈറ്റ് .com മാത്രമാണ്, ഞാൻ .com മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അയാൾക്ക് Alteryx.in എന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിച്ചു വെക്കാം. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കമ്പനിയുടെ പേരിൽ നിങ്ങളെ പറ്റിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഫിഷിംഗ് മെയിൽ അയച്ചിട്ടായിരിക്കാം,
എന്ത് കാണിച്ചിട്ടാണേലും അയാൾക്ക് എൻ്റെ കമ്പനിയുടെ പേര് നിങ്ങളെ പറ്റിക്കാൻ പറ്റും. അങ്ങനെ ഈ .edutech .xyz അങ്ങനെ 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 കുറെ സാധനങ്ങൾ ഉണ്ടെന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഈ സാധനത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലൊക്കെ വെച്ച് നമുക്ക് ഒരാളെ പറ്റിക്കാൻ പറ്റും. നമ്മുടെ കമ്പനിയുടെ പേര് വെച്ച് നമുക്ക് മറ്റൊരാളെ പറ്റിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ റെപ്യൂട്ടഡ് കമ്പനികൾ ഉണ്ടാവില്ല, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല. ഈവൻ ദോ അവരുടെ കയ്യിൽ വരുന്ന അബദ്ധം അല്ലെങ്കിൽ പോലും ഇങ്ങനെ അറ്റാക്കേഴ്സ് ഉള്ളത് കൊണ്ട് ഇവർ ചെയ്യുന്ന ഒരു സംഭവമാണ് മാക്സിമം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കും. ഏത് ഈ .in .com അതുപോലെ തന്നെ .edutech .gov വേണ്ട, gov ഗവൺമെന്റിനുള്ളതാ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റെപ്യൂട്ടഡ് കമ്പനീസ് കുറെ എണ്ണം വെറുതെ മേടിച്ചു വെക്കും. കാരണം വേറൊരാൾ അവരുടെ പേരിൽ മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രോഡ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി റെപ്യൂട്ടഡ് കമ്പനീസ് എന്ത് ചെയ്യും, ഇതുപോലുള്ള ചെറിയ ചെറിയ ഡൊമൈനുകളൊക്കെ വാങ്ങി വെക്കും. പക്ഷെ ഇവരിത് എന്തിനാ വാങ്ങി വെച്ചിരിക്കുന്നത്? മറ്റാരും ഇത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇതൊന്നും പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന് വേണ്ടത്ര സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോഴും ഈ ഡൊമൈൻസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന അവരുടെ സെർവറിൽ തന്നെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഡൊമൈൻസ് വഴി, ഇതൊക്കെ ഇൻഡിവിജ്വൽ ഡൊമൈൻസ് ആണ്, ഈ ഡൊമൈൻസിനെ അറ്റാക്ക് ചെയ്ത് നമുക്ക് അവരുടെ സെർവറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇതൊന്നും സബ് ഡൊമൈൻസ് അല്ല, ഇതൊക്കെ ഇൻഡിവിജ്വൽ ഡൊമൈൻസ് ആണ്. ഇതെന്തിനാ ഇവര് മേടിച്ചു വെച്ചിരിക്കുന്നത്? മറ്റാരും ഇവരുടെ ഒരു പേര് ഉപയോഗിച്ച് വേറൊരാളെ പറ്റിക്കാതിരിക്കാൻ. അതായത് ഇവർക്ക് എല്ലാം മേടിച്ചു വെക്കാൻ പറ്റൂല. ഇപ്പൊ നമുക്കൊരു ഡൊമൈൻ വേണേ എങ്ങനെ വേണേലും മേടിച്ചു വെക്കാം. .xyz .in അങ്ങനെ എന്ത് ഒരു 10-200 1000-ത്തിലപ്പുറം സംഭവങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ എന്ത് പേരിലും ഒരു ഡൊമൈൻ തുടങ്ങാൻ പറ്റും. പക്ഷെ നമുക്കൊരു നമ്മളൊക്കെ ഇന്റർനെറ്റ് ഇത്രയും അപ്ഡേറ്റ് ആയിട്ടവരല്ലേ. അപ്പൊ നമുക്കൊരു അറിയാം, ഇപ്പൊ .xyz എന്ന് പറഞ്ഞ ഒരു ഡൊമൈൻ ഒന്നും ഒരിക്കലും ഒരു കമ്പനി മേടിച്ചു വെക്കൂല എന്ന് നമുക്കറിയാലോ. അപ്പം അങ്ങനെ എല്ലാം ഒന്നും മേടിച്ചു വെക്കൂല്ലെങ്കിലും ഒരു പരിധി വരെയുള്ള ഡൊമൈൻസ് ഒക്കെ ഇവർ മേടിച്ചു വെക്കും, കാരണം റെപ്യൂട്ടേഷന് വേണ്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവർ മേടിച്ചു വെച്ചിരിക്കുന്ന ഡൊമൈൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ റെക്കണൻസി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മറ്റേ കുറെ സാധനങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനം ഒന്ന് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, കാരണം അത് കുറേ ഉണ്ട്. ഡോട്ടും മറ്റേതും മറിച്ചായിട്ട് കുറേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദൈവമേ, ഇത് താഴെ പോകുന്നില്ലല്ലോ. ഇത് സ്റ്റില്ല് കണ്ടുപിടിച്ചോണ്ടിരിക്കുക കേട്ടോ, ഇത് നിർത്തിയിട്ടില്ല. നമുക്ക് തൽക്കാലം ക്യാൻസൽ ചെയ്യാം. അയ്യോ, ഞാൻ ബാക്കായിപ്പോയി. എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ റെക്കണൻസിയിൽ ഇതെന്താ ഇതെന്താ എടാ, ഇതാണ് ഇതിന്റെ കുഴപ്പം. ഞാൻ ഒറിജിനൽ റെക്കണൻസി അല്ല ഉപയോഗിച്ചത്, എന്റെ റെക്കണൻസി ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഒന്നും കൂടി, ഇതെന്താടാ, എനിക്കൊന്നും ടൈപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ, ഒന്നും കൂടി ടെർമിനൽ ഓപ്പൺ ആക്കാം. പൈത്തൺ, അത് ആ സാധനം ഡൊമൈനിൽ കിടപ്പുണ്ടായിരിക്കണം. കിടപ്പുണ്ടാക്കിയാൽ നമുക്ക് നോക്കാം. 7 ഇത് ലോഞ്ച് ആവാൻ ഒരു സമയം എടുക്കും. അത് ഈ ഒറിജിനൽ റെക്കണൻസി അല്ലല്ലോ ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ എന്താ പറയാ, എന്റെ ടൂളിനകത്തുള്ള ഇതായതുകൊണ്ട് ബാക്ക് അടിച്ചപ്പോൾ എന്നാ പറ്റി, കംപ്ലീറ്റ് ബാക്ക് ആയി പോയി. ഒറിജിനൽ റെക്കണൻസി ആണ് അങ്ങനെയല്ല വരേണ്ടത്. ഇത് ലോഞ്ച് ആവുന്നോടം വരെ വെയിറ്റ് ചെയ്യണം. എടാ, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു സബ് ഡൊമൈൻസും അതുപോലെ തന്നെ ഡൊമൈൻ വേരിയൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? സബ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഡൊമൈൻ്റെ മക്കള് അങ്ങനെ 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 പോകുന്നത്. അതായത് tesla.com ആണെങ്കിൽ cars.tesla.com, bikes.tesla.com അല്ലെങ്കിൽ rocket.tesla.com അങ്ങനെ പറയുന്ന സാധനമാണ് സബ് ഡൊമൈൻസ്. അതായത് ഒരു ഡൊമൈൻ്റെ മുമ്പിൽ വേറെ പേരിട്ട് പോകുന്നത്. പക്ഷെ ഡൊമൈൻ വേരിയൻസ് എന്താ സംഭവം, അല്ലെങ്കിൽ മറ്റ് നെയിംസിലുള്ള ഡൊമൈൻസ് എന്താ സംഭവം, tesla.com, tesla.in, tesla.xyz, അതാണ് ഡൊമൈൻസ് വേരിയൻസ്. അതായത് രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും കിടപ്പുണ്ടോ. ലിസ്റ്റ്, ഇവിടെ എന്തോ കിടപ്പുണ്ട് ഭാഗ്യത്തിന്.
നമ്മുടെ ടെസ്ല അല്ലായിരുന്നോ? എൻ്റെ അമ്മോ, അത് ഇനി DB query select star from domains. ഓക്കെ, ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 173 ഡൊമൈൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര? 173 ഡൊമൈൻസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കി tesla.ac tesla.ad അങ്ങനെ 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 നമുക്ക് കുറേ ഡൊമൈൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ വർക്കാവുന്ന ചില ഡൊമൈൻസും കാര്യങ്ങളുമാണ്. tesla.us tesla.uk. പക്ഷെ ഇതിനകത്തൊരു ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ സാധനവും ടെസ്ലയുടെ തന്നെ ആണെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിനകത്തോട്ട്. ഈ കാണുന്ന എല്ലാ സാധനവും ടെസ്ലയുടെ ആണെന്ന് നിർബന്ധം. കാരണം ഞാൻ പറഞ്ഞു, ഇത് ആർക്ക് വേണമെങ്കിലും വാങ്ങിയിടാൻ പറ്റും ഇങ്ങനെ ഡൊമൈൻസ്. അതുകൊണ്ട് ഇതെല്ലാം ടെസ്ലയുടെ ആണെന്ന് നിർബന്ധമില്ല. ഇതിൽ ടെസ്ലയുടെയും ഉണ്ടാകാം. അപ്പൊ എന്തിനാ ഇങ്ങനെ നമ്മൾ വാങ്ങി ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കാരണമുണ്ട്. ചിലപ്പോൾ നാളെ ടെസ്ല വന്നിട്ട് നമ്മുടെ ഡൊമൈൻ വാങ്ങുമായിരിക്കും. കാരണം ഇത് പോപ്പുലറായി തുടങ്ങി. അതായത് കുറെ ഫിഷിംഗ് അറ്റാക്ക് tesla.xyzന്റെ പേരിൽ തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പൊ ടെസ്ല എന്ത് ചെയ്യും? അയ്യോ, ഇത് അപകടമാണ്, tesla.xyz ഞാൻ ഇങ്ങ് വാങ്ങിയേക്കാം, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാണെന്ന് ചോദിച്ചിട്ട് അവർ വാങ്ങുമായിരിക്കും. അതുകൊണ്ടാണ് ചിലരിങ്ങനെ വെറുതെ ഡൊമൈൻസ് ഇങ്ങനെ ഉണ്ടാക്കിയിടുന്നത്. ഇങ്ങനെ കണ്ടമാന ഡൊമൈൻസ് വാങ്ങിയിടുന്നതിന്റെ കാര്യം എന്താ? ഒരു പക്ഷേ നാളെ ടെസ്ല വന്നിട്ട് നമ്മുടെ ഡൊമൈൻ വാങ്ങുമായിരിക്കാം. അങ്ങനെ നടന്ന ഒരു സംഭവമാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ, അതായത് നേരത്തെ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ലായിരുന്നോ? ആ സമയത്ത് ഒരു കുട്ടി എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് JioHotstar.com എന്ന് പറയുന്ന .com അങ്ങോട്ട് വാങ്ങി. ആ സമയത്ത് ഡിസ്നി പ്ലസ് hotstar.com ആയിരുന്നു. അപ്പൊ ഇവൻ എന്താ ചെയ്തത്? JioHotstar.com വാങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേരത്തെ ഇങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ജിയോയും ഹോട്ട്സ്റ്റാറും തമ്മില് കൊളാബറേഷനോ. അപ്പൊ JioHotstar.com എന്ന് പറയുന്ന .com വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് ഈ കുട്ടി അത് വാങ്ങിയായിരുന്നു. വാങ്ങിക്കഴിഞ്ഞപ്പം ജിയോയും ഹോട്ട്സ്റ്റാറും തമ്മിൽ കൊളാബറേറ്റ് ആയി. പിന്നീട് അവര് എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഡൊമൈൻ വാങ്ങാൻ വന്നപ്പോ എന്നാ പറ്റി? ഈ JioHotstar.com എന്ന് പറയുന്നത് വേറൊരു ചെറുക്കന്റെ കയ്യിലായിരിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് തർക്കിക്കാൻ ഒന്നുമില്ല. പ്യുവർലി ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ആ ചെറുക്കനാണ്. കാരണം അവന്റെ ഇഷ്ടത്തിന് ഒരു ഡൊമൈൻ വാങ്ങിയിട്ടേക്കുക. പക്ഷെ ഇവർക്ക് ഇവരുടെ റെപ്യൂട്ടേഷനെ നോക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവർക്ക് ഈ ഡൊമൈൻ വാങ്ങിയല്ലേ പറ്റൂ. കാരണം ഇവർക്ക് ഇനി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ .com തുടരാൻ പറ്റൂല. കാരണം ഇവരിപ്പം ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അപ്പൊ JioHotstar.com തന്നെ ഇവർക്ക് തുടരാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവനത് നേരത്തെ വാങ്ങിയിട്ടോണ്ട് ഇവന്റെ ഓണർഷിപ്പിലായതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റി? ഇവർ ആദ്യം കേസിന് പോയി. പക്ഷെ കേസ് കൊണ്ട് ഉപകാരം ഉണ്ടായില്ല. കാരണം ഇത് പ്യുവർ ആ ചെറുക്കൻ ഇന്നത്തെ ഒരു തെറ്റ് ചെയ്തില്ല. അവൻ ഇത്ര കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് ഇവർ ഈ ഡൊമൈൻ വാങ്ങിച്ചത്. കോമ്പൻസേഷൻ എന്ന് പറയാൻ പറ്റൂല, ഇത്ര എമൗണ്ട് കൊടുത്ത ശേഷമാണ് JioHotstar എന്ന ഡൊമൈൻ ഇവർ തിരിച്ച് വാങ്ങിയത്. സോ നമുക്ക് നന്നായിട്ട് റിസർച്ച് ചെയ്യാനുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാം. ഡൊമൈൻസ് കണ്ടമാനം വാങ്ങിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അവർ നമ്മുടെ ഡൊമൈൻ വാങ്ങും. അപ്പോൾ വലിയ വലിയ കമ്പനികളെ അവർ നല്ല എമൗണ്ട് അടച്ചിട്ട് തന്നെയായിരിക്കും നമ്മുടെ ഡൊമൈൻ വാങ്ങുക. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിനുവേണ്ടിയാണ്. അപ്പം ഇവിടെ ഇത്രയും സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡൊമൈനുകൾ അറ്റാക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നമുക്ക് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാതെ എന്ത് വരും നോക്കാം. എനിക്കറിയത്തില്ല. tesla.security എന്ന് പറഞ്ഞൊരു ഡൊമൈൻ ഉണ്ട്. ഇതെന്നാ? ദിസ് സൈറ്റ് കനോട്ട് ബി റീച്ച്ഡ്. അത് നോട്ട് സെക്യൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. വേറെ നോക്കട്ടെ. tesla.us എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. tesla.studio tesla.uk നോക്കാം. ഇത് കണ്ടോ? ഇതെന്താ? ഇത് മുഴുവൻ ഫില്ല് ചെയ്ത് ഇത് വേറെ tesla.uk എന്ന് പറയുന്നിട്ട് ഇത് വെറുതെ എന്തോ ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. നോട്ട് സെക്യൂർ, ഇത് നോട്ട് സെക്യൂർ എന്നാണ് പറയുന്നത്. അതായത് ലോഡ് ആവുന്നില്ല. സോ അങ്ങനത്തെ കുറെ ഡൊമൈൻസും വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ?
അയ്യോ പോയി. അവിടെ കോള് കട്ടായിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതെങ്ങനെയാ എൻ്റെ സ്ക്രീനിൽ എപ്പോഴും കൊണ്ടുവരിക? ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇനി നമ്മുടെ പരിപാടി എന്താ? ഇങ്ങനെയുള്ള ഓരോ ഡൊമൈൻസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ട പരിപാടി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഈ ഓരോ സാധനത്തെ ഇരുന്ന് അറ്റാക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡൊമൈൻ വേരിയൻസിനെ കണ്ടുപിടിക്കുന്നത്. ഒരു സാധനം മനസ്സിലായല്ലോ. ഇനി സബ് ഡൊമൈൻസിനെ കണ്ടുപിടിക്കുന്ന ഒരു സാധനം കാണിച്ചു തരാം. അതിന് മാർക്കറ്റ്, നമ്മൾ ഒന്നും കൂടി മാർക്കറ്റ് പ്ലേസിൽ പോകണം. മാർക്കറ്റ് പ്ലേസ് സെർച്ച് ബ്രൂട്ട്. മാർക്കറ്റ് പ്ലേസ് സെർച്ച് ബ്രൂട്ട്. ഇതെന്താണ്? മാർക്കറ്റ്, സ്പെല്ലിംഗ് തെറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാധനമാണ്, അടുത്തൊരു മൊഡ്യൂളിന്റെ പേരാണ് ബ്രൂട്ട് ഹോസ്റ്റ്. ഇത് നമ്മൾ സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു, ഇപ്പൊ നേരത്തെ ബ്രൂട്ട് സഫിക്സ് പോലെ തന്നെ സംഭവമാണ്. ഇനി ഇവിടെ നമുക്ക് എന്താ പറയാ, ഈ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. മാർക്കറ്റ് പ്ലേസ് ഇൻസ്റ്റാൾ. ഇനി അത് ഇൻസ്റ്റാൾ ആവട്ടെ. ഓക്കെ, സമയം എന്തായി? 8:30 അല്ലേ? എടാ ഇന്ന് ക്ലാസ് പോയതേ അറിഞ്ഞില്ലല്ലോ. എടാ നിങ്ങൾക്ക് ഈ റെക്കണൻസ് ഒക്കെ കണ്ടിട്ട് തലയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടാ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതെന്തോ തല കുഴപ്പിക്കുന്ന സാധനമാണെന്നൊക്കെ. ഓക്കെ, എന്തായാലും ആ സാധനം റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇവന്റെ പേരാണ് ഹാക്കർ AI. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹാക്കർ AI എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ചെറുക്കനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്താ സംഭവം എന്നറിയോ? നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള AI ടൂൾ ആയിരിക്കും ഹാക്കർ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇവിടെ നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ഒരു ബാരിയേഴ്സും ഇല്ല, ഒന്നുമില്ല. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള എന്ത് സാധനവും ചോദിക്കാം. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഹൗ ടു ഹാക്ക് VPA to Wi-Fi. ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ സെയിം സാധനം നമുക്കൊന്ന് ChatGPT ചോദിച്ചു നോക്കാവേ. ChatGPT ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് അവിടെ തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ഹൗ ടു ഹാക്ക് VPA to Wi-Fi എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ChatGPT എന്നാ പറയുന്നത്? ഐ കാൻ ഹെൽപ്പ് ഹാക്ക് സംവൺ സെൽസ് VPA അങ്ങനെ പറഞ്ഞിട്ട് ഇത് വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഹാക്കർ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കണേ, ആദ്യം തന്നെ കമാൻഡുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ ഇതേ സുഡോ എയർമോൺ NG ചെക്ക് കില്ല്, സുഡോ എയർമോൺ NG സ്റ്റാർട്ട് VLAN, പിന്നെ VLAN മോന് പിന്നെ എയറോ ഡംപ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ BSS ID കളക്ട് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് പിന്നെ എയർപ്ലേ NG വെച്ചിട്ട് അതിന്റെ ഡിയോതന്റിക്കേഷൻ ചെയ്യുക. പിന്നെ അതിന്റെ കിട്ടുന്ന ഹാൻഡ് ഷേക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി rocket.txt ഉപയോഗിക്കുക. എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് അതുപോലെ പറഞ്ഞു തരുന്ന ഒരു സാധനമാണ് ഹാക്കർ AI എന്ന് പറഞ്ഞിട്ടൊരു AI ടൂള്. ഇവിടെ നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് സാധനം ചോദിച്ചാലും അത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ടൂളായിരിക്കും ഇത്. പിന്നെ ഒന്നുമില്ല, അത് ഇങ്ങോട്ട് പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിങ്ങോട്ട് ഞാൻ പറയുന്നില്ല. പെട്ടെന്ന് എൻ്റെ വായിലൊരു സാധനം വന്നു, പക്ഷെ പറയാൻ പറ്റൂല. ഓക്കെ, നമ്മുടെ ഇവിടെ മൊഡ്യൂള് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇതിനെ യൂസ് ചെയ്യണം. അതിന് നമുക്ക് ഈ മൊഡ്യൂൾ അടുത്ത് ലോഡ് ചെയ്യണം. മൊഡ്യൂൾ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മൊഡ്യൂൾസ് ലോഡ്, എന്നിട്ട് അതിൻ്റെ ആ പേരൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പൊ ആ മൊഡ്യൂൾ ഞാൻ ഇത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യണം നോക്കാം. അതിന് ജസ്റ്റ് ഇൻഫോ എന്നടിക്കുക. ഇൻഫോ എന്നടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക്
എന്താ പേര് മാത്രം കൊടുത്താൽ മതി, കാരണം ബാക്കി വേർഡ് ലിസ്റ്റ് ഒക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് സോഴ്സ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഞാൻ സോഴ്സ് കൊടുക്കാം. ഓപ്ഷൻസ് സെറ്റ് സോഴ്സ് എന്താ പറയാ, tesla.com തന്നെ, tesla.com അതോ ടെസ്ല എന്ന് കൊടുത്താൽ മതിയോ? അല്ല, സബ് ഡൊമൈൻസ് അല്ലേ, അപ്പൊ tesla.com കൊടുക്കാം. എന്നിട്ട് റൺ കൊടുക്കാം. എങ്ങനെ ഇനി സ്റ്റോപ്പ് ചെയ്യണ്ടാവും ഈ സാധനം ആയതുകൊണ്ട്? ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എടാ 130 സബ് ഡൊമൈൻസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ് ഡൊമൈൻസ്, അപ്പൊ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് db query select star from host. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ചെറുതാക്കട്ടെ. എന്താ ചെറുതാവാത്തെ? അവിടെ ഇത് ഇച്ചിരി ചെറുതാക്കുവാണ് സ്ക്രീൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിയൂല. അതാ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് accounts.tesla.com.edgekey.net അങ്ങനത്തെ ഒരു സബ് ഡൊമൈൻസ് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ apps.tesla.com.edgekey.net ഇങ്ങനെ കുറെ അതിന്റെ IP അഡ്രസ്സുകൾ ഇതുണ്ടാ. ഓരോ നമുക്ക് ഈ IP അഡ്രസ് സെർച്ച് ചെയ്ത് നോക്കാവേ. അത് ഏതിന്റെ IP അഡ്രസ്? accounts.tesla.comന്റെ IP അഡ്രസ് ആണെന്ന് തോന്നുന്നു. ഒന്ന് നമുക്ക് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കാം. ഇൻവാലിഡ് URL എന്താണോ? ഇല്ല, അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല കയറാൻ, നോട്ട് സെക്യൂർ എന്നാണ് കാണിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു IP അഡ്രസ് കാര്യങ്ങൾ, സബ് ഡൊമൈൻസ് കാര്യങ്ങൾ, ഇങ്ങനെ നമുക്ക് സബ് ഡൊമൈൻസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചുമ്മാ developer.tesla.com ഇതെന്നാന്ന് സെർച്ച് ചെയ്ത് നോക്കാം. മിക്കതും കിട്ടാത്തത് ചിലപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, അല്ലാതെ വേറെ ഒന്നും തോന്നരുത്. developer.tesla.com പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ് ഡൊമൈൻ, ഇത് tesla.comന്റെ ഒരു സബ് ഡൊമൈൻ ആണ്. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അധികം ക്രിയേറ്റ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഫംഗ്ഷൻ അല്ലേ, ഇവിടെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറ്റാക്കുകൾ പോസിബിൾ ആയിരിക്കാം. നേരത്തെ പറഞ്ഞ സബ് ഡൊമൈൻസിന്റെ എണ്ണം കൂടുന്തോറും അല്ലെങ്കിൽ മറ്റ് ഡൊമൈൻസിന്റെ എണ്ണം കൂടുന്തോറും ആണ് അറ്റാക്കിന്റെ സാധ്യതകൾ കൂടുന്നതെന്ന് ഞാൻ പറഞ്ഞു. എടാ വേറൊരു കാര്യവും കൂടിയുണ്ട്, ഓരോ വെബ്സൈറ്റിലും ഫംഗ്ഷൻസിന്റെ എണ്ണം കൂടുന്തോറും അതിൽ വൾനറബിലിറ്റീസിന്റെ എണ്ണം കൂടും. ഇപ്പൊ ഇവിടെ എനിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് കണ്ട, ഇവിടെ ഇൻപുട്ട്, ഇവിടെ എനിക്കൊരു ഫയൽ ഇൻപുട്ടിനുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഇവിടെ ചിലപ്പോൾ എനിക്ക് SQL ഇഞ്ചക്ഷൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ ക്രോസ് സ്ക്രിപ്റ്റിംഗ് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ SSL അറ്റാക്ക് പറ്റുമായിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. അപ്പം ഇവിടെ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് അവിടെ ചോദിക്കാം. പ്രൈസിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രൈസിങ്ങിൻ്റെതായ ചില അറ്റാക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫംഗ്ഷൻ, ഒരു വെബ്സൈറ്റിൽ ഫംഗ്ഷൻസിന്റെ എണ്ണം കൂടുമ്പോഴും എന്ത് പറ്റും? വൾനറബിലിറ്റീസ് കൂടും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു സബ് ഡൊമൈൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ സബ് ഡൊമൈൻ അറ്റാക്ക് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ എത്ര സബ് ഡൊമൈൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? 186 സബ് ഡൊമൈൻസ്. ഓക്കെ, 86 സബ് ഡൊമൈൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ ഒറിജിനൽ www.tesla.com ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു സാധനം എന്തോ കിട്ടിയിട്ടുണ്ട്, ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കട്ടെ. xmail.tesla.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. അതെന്താ? അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. ഓക്കെ, എന്തായാലും അങ്ങനെ കുറെ സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇപ്പൊ സബ് ഡൊമൈൻസ് എന്തിനാ കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞേ. സബ് ഡൊമൈൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സബ് ഡൊമൈൻ അറ്റാക്ക് ചെയ്ത് കയറിയിട്ട് നമുക്ക് അവിടെയുള്ള വൾനറബിലിറ്റീസ് ഫൈൻഡ് ചെയ്ത്, ഇതിപ്പോ ഇവിടെ ഷോപ്പ് നൗ, നമുക്കിത് ടെസ്ലയുടെ ഇവിടെ നിന്ന് ഒരു വണ്ടി വാങ്ങുന്ന ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നാളെ വീട്ടിലെത്തുമോ? പൈസ കൊടുക്കണല്ലോ അല്ലേ? ഇവിടെ എനിക്ക് നല്ലൊരു വണ്ടി നോക്കിയിട്ട് ഇവിടെ പ്രൈസിന്റെ ചില അറ്റാക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈസിങ്ങും കാര്യങ്ങളും വേണം. ഇവിടെ ക്വാണ്ടിറ്റി, അത് ഞാൻ നിങ്ങൾക്ക് വേറെ സംഭവത്തിൽ കാണിച്ചു. ഇവിടെ ഈ പ്രൈസ് ഒക്കെ മാറ്റുന്ന ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ അറ്റാക്ക് ഒക്കെ പിന്നെ കാണിച്ചു തരാം.
നമ്മൾ വെബ്സൈറ്റ് ടെക്നോളജി എത്തുമ്പോൾ ആ സാധനമൊക്കെ കാണിച്ചത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. സബ് ഡൊമൈൻസും കണ്ടുപിടിക്കാൻ പഠിച്ചു, ഡൊമൈൻ വേരിയൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. പടയെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് കത്തിയിട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ ഒരു അറ്റാക്കിംഗ് സർഫേസിന്റെ വലുപ്പം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സബ് ഡൊമൈൻസ് കണ്ടുപിടിച്ചു, ഡൊമൈൻ വേരിയൻസ് കണ്ടുപിടിച്ചു. നമ്മൾ ഓരോ സർഫേസിന്റെ വലുപ്പം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആ വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്തുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യലാണ്. ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി നോക്കുക, വെബ്സൈറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്ത് നോക്കുക. ഇതാണ് അടുത്ത് ചെയ്യേണ്ട പരിപാടി. ഓക്കെ, അപ്പം റെക്കണൻസി എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചു. ഒറ്റടിക്ക് പഠിക്കൂല. നിങ്ങൾക്ക് ഇനി റെക്കണൻസിയുടെ ഒരു വീഡിയോ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. കാരണം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കണൻസി ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി റെക്കണൻസിയുടെ വീഡിയോസ് ഒക്കെ കൂടുക. ഞാനിങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ എനിക്ക് നിങ്ങളോട് പറയാം, ഞാനൊരു ചോദ്യം കേട്ടെ. നിങ്ങൾ ടെർമിനലൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ പഠിച്ചോ? കമാൻഡും കാര്യങ്ങളൊക്കെ? ഓക്കെ, അനുഗ്രഹ്. ഓക്കെ, സൻഷിത. എടാ ഓക്കെ, അപ്പൊ നിങ്ങൾ ടെർമിനലൊക്കെ യൂസ് ചെയ്യണം. അതായത് നമ്മളിവിടെ എല്ലാ ദിവസവും ടോപ്പിക്സ് സൻഷിതേ അങ്ങനെ പോരാട്ടോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ടല്ലോ, പഠിച്ചെടുത്താൽ മതി. ഇത് എന്തിനാ ഞാനിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു സാധനം വേണം. ഇത് വലിയ 6 മാസത്തെ കോഴ്സൊന്നും അല്ല, 2 മാസത്തെ കോഴ്സാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും പടപടേന്ന് പറഞ്ഞ സാധനം എടുത്തു. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, 2 മണിക്കൂർ കൊണ്ട് റെക്കണൻസി എന്ന് പറഞ്ഞ സാധനം 2 മണിക്കൂർ മുഴുവൻ എടുത്തിട്ടില്ല. പടയെന്ന് മുന്നേ റെക്കണൻസി ടൂൾ വയ്ക്കും. ഇനി ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കണൻസി ടൂൾ പഠിപ്പിച്ചു തരൂല, കാരണം റെക്കണൻസി ടൂൾ കഴിഞ്ഞു. അപ്പൊ ഇത്രയും പെട്ടെന്ന് റെക്കണൻസി ടൂൾ പോയി കഴിഞ്ഞ് ഇനി അടുത്തൊരു ദിവസം റെക്കണൻസി ടൂൾ എടുക്കുക. പിന്നെ നിങ്ങൾ എങ്ങനെ റെക്കണൻസി ടൂൾ പഠിക്കും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു സാധനം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് മാക്സിമം അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മുടെ കാളിനെക്സിന്റെ ബേസിക് കമാൻഡ്സ് എടുത്തു കഴിഞ്ഞില്ല, ചുമ്മാ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആ സാധനം കയറും. കമാൻഡ്സ് നമുക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല, ചെയ്ത് നമ്മൾ പഠിച്ചോളൂ. ഇപ്പൊ റെക്കണൻസി ആണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് റെക്കണൻസി ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് റെക്കണൻസി ഇതുപോലെ ടെസ്ല പോലെ തന്നെ മറ്റൊരു ഡൊമൈനിന്റെ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് റെക്കണൻസി ഒരു ഐഡിയ വരും. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ബഗ് ബൗണ്ടി ഒക്കെ എത്തുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവും. ഇപ്പൊ നാളെ ഞാൻ എൻമാപ്പാ പഠിപ്പിക്കാൻ പോകുന്നത്. നാളെ മിക്കവാറും എൻമാപ്പ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എൻമാപ്പ് വെച്ച് സ്കാൻ ചെയ്യാനൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എൻമാപ്പ് സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇന്നത്തോടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു, റെക്കഗ്നൈസൻസ്. കാരണം ഹൂയിസ് കാണിച്ചു തന്നു, സബ് ഡൊമൈൻസിനെ പറ്റി പഠിപ്പിച്ചു തന്നു, DNS എന്യൂമറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം മാത്രമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗിനെ പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ അത്യാവശ്യം? അതായത് എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന്. അതുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗും കഴിഞ്ഞു. ഇനിയുള്ള ഒരേ ഒരു സാധനം DNS എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. DNS എന്യൂമറേഷൻ. എൻമാപ്പ്, എൻമാപ്പ് ഇതിനകത്ത് വിടുന്നതല്ല. എൻമാപ്പ് നിങ്ങൾക്ക് അടുത്തതിനകത്താണ് വിടുന്നത്. അടുത്ത മൊഡ്യൂളാണ്, 4ാമത്തെ മൊഡ്യൂളാണ് എൻമാപ്പ്. ഓക്കെ, അതുകൊണ്ടാണ് നാളെ എൻമാപ്പ് എടുത്തു തരാമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് DNS എന്യൂമറേഷൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇമേജസ് അവൈലബിൾ ആണോ നോക്കട്ടെ. ഇമേജ് ഒന്നും കാണുന്നില്ലല്ലോ, ഇവിടെ പോയി? റൂട്ട് സെർവർ ഇമേജ് ഒന്ന് മുഴുവൻ ലോഡ് ആവട്ടെ. സെർവർ, TLD സെർവർ, ഓതറൈറ്റീവ് സെർവർ. എടാ ഈ ഇമേജ് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? DNS എന്യൂമറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ അത്? ആരിപ്പ അത് പറഞ്ഞത്? എന്റെ പൊന്നോ, ഞാൻ പേടിച്ച് ഭാഗ്യം. നിങ്ങൾ കണ്ടായിരുന്നോ ഞാൻ ഞെട്ടുന്നത്? സോറി, ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഒച്ച. ഇവിടെ എന്തോ വേറെ എന്തോ ഒച്ച കേട്ടാ വന്നേ, ഭയങ്കര ഒച്ചയില്ല, എന്തോ ഒരു സൗണ്ടാ വന്നത്. ഓക്കെ, സോറിടാ. ഓക്കെ, ഈ ഇമേജ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ എടാ, ഇത് DNS എന്യൂമറേഷൻ എന്താന്ന് വേഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ അതിന് പല പല ഘട്ടങ്ങളുണ്ട്. ഒരു വെബ്സൈറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് എങ്ങനെ ലോഡ് ആവുന്നത്, അതിന് പല പല മെത്തേഡുകളും കാര്യങ്ങളും ഉണ്ട്. അതിന് പറയുന്നൊരു പേരാണ് DNS എന്യൂമറേഷൻ. DNS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്.
DNS പോർട്ട് ഏതാണ്? 53. അപ്പോൾ DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് ഓരോ ഡൊമൈനും അതിൻ്റെതായ ചില IP അഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ട്. അതറിയാലോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. വേഗം സെഷൻസ്. ഇപ്പം ഞാൻ ഇവിടെ google.com കാണിച്ചു തരാവേ. ഇതാണെന്ന് തോന്നുന്നു google.com IP അഡ്രസ്. ഇത് ഞാൻ defensor.in നോക്കട്ടെ. സ്പെല്ലിങ് തെറ്റിയോ? ഇല്ലല്ലോ. ഓക്കെ, എഴുതുകണ്ടോ? ഇതാണ് defensor.comന്റെ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് defensor.comന്റെ ഒഫീഷ്യൽ IP അഡ്രസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകൾക്ക് പേര് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ആൽഫബറ്റ്സിനെ മനസ്സിലാക്കാൻ പറ്റൂല. കമ്പ്യൂട്ടറിന് എപ്പോഴും നമ്പറുകൾ മാത്രമേ ഓർത്തിരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ബൈനറീസ് കോഡുകളും കാര്യങ്ങളും, അതായത് 10010101 ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന് അറിയത്തുള്ളൂ. അതുപോലെ നമ്പറുകൾ മാത്രം കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലാതെ ആൽഫബറ്റ്സ് തിരിച്ചറിയാൻ പറ്റൂല. ഈവൻ തോ നമ്മളിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ 1 2 3 അല്ലെങ്കിൽ അലൻറ്റിയറജി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോലും കമ്പ്യൂട്ടർ അത് കമ്പയർ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്പർ ആയിട്ടാണ് അതവിടെ കമ്പ്യൂട്ടറിന്റെ കേണലിലോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരിക്കലും ഇങ്ങനത്തെ ആൽഫബറ്റ്സ് തിരിച്ചറിയാൻ പറ്റൂല. അപ്പം ഒരു വെബ്സൈറ്റിനെയൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ തിരിച്ചറിയുന്നത് എങ്ങനെയാ? അതിന്റെ IP അഡ്രസ് ഉപയോഗിച്ച് മാത്രമാണ്. പക്ഷേ നമുക്ക് എല്ലാവരുടെയും IP അഡ്രസ് ഓർത്തിരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഡിഫൻസോടെ IP അഡ്രസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു IP അഡ്രസ്. ഈ ലോകത്ത് എത്ര വെബ്സൈറ്റുകളുണ്ട്? നമുക്ക് പെട്ടെന്ന് ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അവരുടെ IP അഡ്രസ് ഓർത്തിരിക്കാനൊക്കെ പറ്റുമോ? നമ്മളെ കൊണ്ട് അത് പറ്റുമോ? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ എത്ര നമ്പർ ഉണ്ടാവും? അവരുടെ ഒക്കെ പേര് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, അല്ല അവരുടെ ഒക്കെ നമ്പർ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? നമുക്കത് ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അവരുടെ പേര് വെച്ച് സേവ് ചെയ്യുന്നത്. പേരാകുമ്പോൾ നമുക്ക് ഓക്കെ. ഇപ്പൊ എനിക്ക് അഫ്നാനെ വിളിക്കണമെങ്കിൽ ജസ്റ്റ് എനിക്ക് അഫ്നാൻ എന്ന് പേര് എനിക്കറിയാം. പിന്നെ അഫ്നാന്റെ നമ്പർ സെർച്ച് ചെയ്യുന്നു, അഫ്നാൻ എന്നുള്ള പേര് കാണുന്നു, ഞാൻ അഫ്നാനെ കോൾ ചെയ്യുന്നു. അപ്പൊ ഹ്യൂമൻസിന് പേരെ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ, നമ്പർ ഓർത്തിരിക്കാൻ പറ്റൂല. സിസ്റ്റത്തിന്റെ നേരെ തിരിച്ചാണ്, നമ്പർ ഓർത്തിരിക്കാനേ പറ്റുള്ളൂ, പേര് ഓർത്തിരിക്കാൻ പറ്റൂല. അപ്പം ഈ DNS അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പറിനും ഓരോ പേര് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കമ്പ്യൂട്ടർ അപ്പോഴും നമ്പറാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ആണ്, അതായത് ഹ്യൂമണിനും കമ്പ്യൂട്ടറും നടുക്ക് നിൽക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് ആര്? ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം ചെയ്യുന്ന പരിപാടി. നമ്മൾ പേരടിച്ചു കൊടുക്കുമ്പോൾ ആക്ച്വലി അവിടെ ആ നമ്പർ ആയിരിക്കും പോവുക. ആ നമ്പർ വഴി നമുക്ക് വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് തരുന്ന ഒരു പരിപാടിയാണ് ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. മനസ്സിലായല്ലോ? ഇതാണ് ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ defensor.in പോയി, ഞെക്കിയ പാടെ defensor.in പോയത് കണ്ട. അതല്ലെങ്കിൽ ഞാനിപ്പോൾ defensor.in ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഒന്നും കൂടി defensor.in എടുക്കാം. defensor.in പടയെന്ന് പറഞ്ഞ defensor.in ഇത് ലോഡായത് കണ്ടോ? ഇതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ റിക്കേഴ്സീവ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടോ? ഈ റിക്കേഴ്സീവ് സെർവറിൽ ഈ defensor.in വന്ന് കിടപ്പുണ്ട്. defensor.inന്റെ IP അഡ്രസ് വന്ന് കിടപ്പുണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു വെബ്സൈറ്റിലോട്ട് നമ്മൾ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ IP അഡ്രസ് എപ്പോഴും ഈ റിക്കേഴ്സീവ് സെർവറിൽ വന്ന് കിടപ്പുണ്ടാവും. അപ്പൊ നമ്മൾ പിന്നെ ആ സെർവറിൽ കയറി കഴിഞ്ഞാൽ റിക്കേഴ്സീവ് സെർവറിൽ ചെന്ന് ഡയറക്റ്റ് IP അഡ്രസ് എടുത്തുകൊണ്ട് വരിക ചെയ്യുന്നത്. അതായത് റിക്കേഴ്സീവ് സെർവറിലോട്ടാണ് അതിന്റെ റിക്വസ്റ്റ് പോകുന്നത്. അപ്പൊ അത് പടയെന്നും പറഞ്ഞ് വരും, നമുക്ക് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ഇന്നേ വരെ പോകാത്തൊരു വെബ്സൈറ്റിന്റെ പേര് പറഞ്ഞാണ് ഞാൻ ഇന്നേ വരെ കയറാത്തത്. ഞാൻ യാഹൂവിൽ ഇതുവരെ കയറിയിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ ഈ യാഹൂവിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഇന്റർനെറ്റിലുള്ള സ്പീഡ് ഉള്ളതുകൊണ്ടാണ്. ഇതിങ്ങനെ നമുക്കൊരു ടൈം എടുക്കും ആ ഒരു വെബ്സൈറ്റ് ലോഡ് ആവാൻ. ആദ്യമായിട്ട് നമ്മളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടൈം എടുക്കുന്നുണ്ട്. പുതിയ വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കാണാം, ആദ്യമായിട്ട് പോകുമ്പോൾ നല്ല ടൈം എടുക്കും, പക്ഷെ പിന്നെ പോകുമ്പോൾ പെട്ടെന്നാവും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം yahoo.com ഇത്ര സ്പീഡ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല.
അപ്പോൾ നമ്മളിപ്പോൾ yahoo.com ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്നാ സംഭവിച്ചതെന്ന് പറയാം. എൻ്റെ റിക്കർസീവ് സെർവറിൽ അതിൻ്റെ IP അഡ്രസ്സ് കിടപ്പില്ല, കാരണം ഇന്നേ വരെ യാഹൂവിൽ കയറിയിട്ടില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം പറയാണ് എനിക്ക് yahoo.com പോകണമെന്ന് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് റിക്കർസീവ് സെർവറിലോട്ട് റിക്വസ്റ്റ് ചെല്ലും. എനിക്ക് യാഹൂ ഈ സിസ്റ്റം, അതായത് എൻ്റെ 192 ഇന്ന പറയുന്ന ഇന്ന സിസ്റ്റത്തിന് ഇന്ന IP അഡ്രസ്സിലേക്ക് ഒരു ആക്സസ് വേണമെന്ന് പറയുമ്പോൾ റിക്കർസീവ് സെർവർ പറയും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ചെന്ന് റൂട്ട് സെർവറിനോട് ചോദിക്കാന്ന്. അപ്പോൾ ഇത് നേരെ റൂട്ട് സെർവറിലോട്ട് വരും. ഈ റൂട്ട് സെർവർ ആരാ? നമ്മുടെ ഐക്യാൻ, അതായത് ഇന്റർനെറ്റ് പ്രൊവൈഡർ. നമ്മൾ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു ഐക്യാനോട് ചെന്നിട്ട് ചോദിക്കും ഇത് ഇന്ന ആൾക്ക്, അതായത് നമ്മുടെ IP അഡ്രസ്സിന്റെ പേര് പറഞ്ഞിട്ട് പറയും ഈ IP അഡ്രസ്സിന് ഈ IP അഡ്രസ്സിലോട്ട് ആക്സസ് വേണം, അതെന്താന്ന് ചോദിക്കും. അപ്പോൾ റൂട്ട് സെർവർ പറയും അതിന്റെ അറ്റത്തുള്ള DNS നെയിം എന്താന്ന് ചോദിക്കും, അതായത് .com ആണോ .in ആണോ അങ്ങനെ നോക്കിയിട്ട് പറയും. ആ .com ആണെങ്കിൽ അതിനകത്തേക്ക് ഇപ്പം .comന്റെ അതായത് ഈ പറഞ്ഞ നെയിമിംഗ് സിസ്റ്റത്തിനൊക്കെ ഒരു സെർവർ ഉണ്ടാവും, അതാണ് TLD സെർവർ എന്ന് പറയും. അപ്പൊ പറയും നീ ഒരു കാര്യം ചെയ്യ്, ഈ റിക്വസ്റ്റ് എടുത്തിട്ട് ആർക്കയക്ക് ഇതിന്റെ .com-കാരിലേക്ക് ചെന്ന് അയക്കാൻ പറയും, .com-കാരിലേക്ക്. അപ്പൊ എന്ത് ചെയ്യും, റൂട്ട് സെർവറിൽ നിന്ന് റിക്വസ്റ്റ് റിക്കർസീവ് സെർവർ പറയും .com, അതായത് .com TLD സെർവർ, അതായത് .com കുറേ .comകളുള്ള ഒരു സെർവറാണ് .comന്റെ TLD സെർവർ. .comന്റെ TLD സെർവറിൽ ചെന്നിട്ട് പറയും എനിക്ക് yahoo.comന്റെ ആ ഒരു പെർമിഷൻ ഉള്ള അല്ലെങ്കിൽ അതിനകത്ത് ആക്സസ് ഉള്ള അതിന്റെ ഓതറേറ്റീവ് സെർവറിന്റെ IP അഡ്രസ്സ് വേണമെന്ന് പറയും. അപ്പൊ ഈ TLD സെർവർ എന്ത് ചെയ്യും, ആ IP അഡ്രസ്സ് കൊടുക്കും. അതായത് yahoo.comന്റെ അല്ല, yahoo.com എന്ന് പറഞ്ഞ .com ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓതറേറ്റീവ് സെർവർ, അതാണ് അതിനെ ശരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ആ റിക്വസ്റ്റ് ഇയാൾ മേടിച്ചിട്ട് എന്ത് ചെയ്യും, റിക്വസ്റ്റ് സെർവർ തിരിച്ച് ഓതറേറ്റീവ് സെർവറിൽ ചെന്നിട്ട് പറയും എനിക്ക് yahoo.comന്റെ IP അഡ്രസ്സിലേക്ക് ഒരു ആക്സസ് വേണമെന്ന് പറയുമ്പം ഓതറേറ്റീവ് സെർവർ അയാളുടെ അടുത്തുള്ള yahoo.comന്റെ IP അഡ്രസ്സ് എന്ത് ചെയ്യും, റിക്കർസീവ് സെർവറിന് തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. റിക്കർസീവ് സെർവർ പറയും ഞാൻ അവസാനം ഓടി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന ആക്സസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കമ്പ്യൂട്ടറിന് കൊടുക്കും. പിന്നെ എപ്പോൾ ചോദിച്ചാലും റിക്കർസീവ് സെർവറിൽ തന്നെ ആ സാധനം കിടപ്പുണ്ടാവും. ഒരു വെബ്സൈറ്റ് നമുക്ക് ലോഡാവുന്ന പണി എന്തോരെയാന്ന് മനസ്സിലായോ? ഇവിടെ നിന്ന് ഇവിടെ പോയി തിരിച്ചിവിടെ വന്ന് ഇവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്നിങ്ങനെ ഒരു വലിയ പ്രോസസ്സാണ് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. ഇതിന് പറയുന്ന പരിപാടിയാണ് DNS എന്യൂമറേഷൻ. ഒറ്റ ചെറിയ പേരാണെങ്കിൽ ഇതിന് പുറകിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഇത് അതായത് ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം DNS എന്യൂമറേഷനും കൂടി കഴിഞ്ഞതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂള് കഴിഞ്ഞിട്ടുണ്ട്. തല ഇറങ്ങുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല, അതൊക്കെ ശീലമായിക്കോളും. അങ്ങനെ ഓരോന്ന് കേട്ട് ശീലമായിക്കോളും. അപ്പം മൊഡ്യൂള് കഴിയുമ്പോൾ ഉള്ള നമ്മുടെ സ്ഥിരം പതിവ് എന്താ? ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമുക്കൊരു പതിവുണ്ട്, എന്താണ്? അസൈൻമെന്റ്. പക്ഷെ ഈ അസൈൻമെന്റ് പ്രത്യേകത കൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത ആഴ്ചത്തേക്ക് മതി, അല്ലാതെ ഈ ആഴ്ചത്തേക്കൊന്നും ഉടനെ ചെയ്യണ്ടെന്ന്. അതങ്ങനെ പറയണമെങ്കിൽ അതിനൊരു കാരണവുമുണ്ട്. ഇത്തവണത്തെ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. നന്നായിട്ട് നിങ്ങളുടെ സമയം പോകും. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാക്കറിനെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, അങ്ങനെയും പറയാം. എന്നാൽ നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റർ ആക്കാനാണ് ഞാൻ അസൈൻമെന്റ് തരുന്നത്. ഇന്നത്തെ എല്ലാവരും ഉണ്ടല്ലോ അല്ലെ, ആഷിനൊഴിച്ച്. ഓക്കെ, നിങ്ങളുടെ അസൈൻമെന്റ് എന്താന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരാം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട്. നിങ്ങൾ പറയുന്ന രീതിയിലേക്കായിരിക്കും അസൈൻമെന്റ് തരിക. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻസ്റ്റാഗ്രാം ID തരും. ഓക്കെ, പബ്ലിക് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ID തരും, ഓരോരുത്തർക്കും ഓരോന്ന്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം ID കംപ്ലീറ്റ് വാച്ച് ചെയ്തിട്ട്, അതായത് അതിനകത്ത് അയാളുടെ ടാഗ്, അയാളുടെ പോസ്റ്റ്, അയാളുടെ സ്റ്റോറീസ്, അങ്ങനെ സകലമാന സാധനങ്ങൾ നോക്കിയിട്ട് അയാളുടെ അതേ യൂസർ നെയിമിൽ വേറെ അക്കൗണ്ടുകളുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വേറെ അക്കൗണ്ടുകളുണ്ടോ, അത് ഇയാളുടെ തന്നെയാണോ അതോ ഫേക്ക് ആണോ, അതുപോലെ തന്നെ ഈ യൂസർ നെയിമിൽ തന്നെ മറ്റ് സാധനങ്ങളിൽ അക്കൗണ്ടോ, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ട്വിറ്ററിലുണ്ടോ, അങ്ങനെ തപ്പി പിന്നെ ഗൂഗിളിൽ ചെന്നിട്ട് ഇപ്പം എന്താ പറയാ, ഗൂഗിളിൽ ചെന്നിട്ട് ഞാനിപ്പം ഇന്നലെ നമ്മുടെ ഷജിൻ അല്ലല്ലോ, അവന് വേറെന്തായിരുന്നു,
കാൽവിനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്തില്ലേ? കാൽവിനെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ എന്നാ നോക്കി, നിങ്ങൾ നോക്കിക്കേ, കാൽവിന്റെ പേരിൽ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട്, ഗിറ്റ് ഹബ് അക്കൗണ്ട്, വെയിറ്റ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ ഫേസ്ബുക്ക്, ഇങ്ങനെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആയി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന യൂസർ നെയിം അനുസരിച്ച് ഇങ്ങനെ എന്തൊക്കെ സാധനം. ഓ, സ്ക്രീൻ ഷെയർ ചെയ്തില്ല, അതല്ലേ നീ പറഞ്ഞേ, സോറി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കാൽവിന്റെ പേരിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് കിടപ്പുണ്ട്, ഗിറ്റ് ഹബ് കിടപ്പുണ്ട്, യൂട്യൂബ് കിടപ്പുണ്ട്, ഇൻസ്റ്റാഗ്രാം കിടപ്പുണ്ട്, ഫേസ്ബുക്ക് കിടപ്പുണ്ട്. ഇങ്ങനെ ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് ആ തരുന്ന ഇൻസ്റ്റാഗ്രാമിനെ പറ്റി, ആ ഒരു ഐഡിയയെ പറ്റി കംപ്ലീറ്റ് പഠിച്ച് അതിന് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യണം. ചെറിയ പണിയാണ് തന്നിരിക്കുന്നത്, ഏറ്റവും ചെറിയ ഈസി ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് ഓൺലൈനിൽ വെച്ച്, ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രസന്റേഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാഴ്ച സമയം തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ആഴ്ച സമയം വേണോ പ്രസന്റേഷന്? ചെറുതല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ട് 2 ആഴ്ച സമയം വേണോ? വേണ്ട, അപ്പൊ ഒരാഴ്ച തന്നെ മതി. ഓക്കെ, ഒരാഴ്ച ഇഷ്ടം പോലെ നിങ്ങൾ എടുത്തോളൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പ്രസന്റേഷൻ തരാൻ പറ്റാതെ വരും. 2 ആഴ്ചയാലും കുഴപ്പമില്ല അല്ലെ? ഓക്കെ, എന്നാൽ നമുക്ക് നോക്കിയിട്ട് 1.5 ആഴ്ച 2 ആഴ്ചത്തേക്ക് ഒന്ന് നോക്കാം, പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. കാരണം ഇത് അത്യാവശ്യം നല്ല പണിയുണ്ടെന്ന് എനിക്ക് അറിയാം, നല്ല ടൈം എടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാം ID എന്ന് മാറ്റിയിട്ട് ഒരു കമ്പനി തരും, കമ്പനിയെ പറ്റി കംപ്ലീറ്റ് പഠിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം എന്താ പറയാ, നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും, അതായത് സബ് ഡൊമൈൻ. പക്ഷെ അന്നേരം ഒരു കാര്യമുണ്ട്, സബ് ഡൊമൈൻസ്, ഡൊമൈൻ വേരിയേഷൻസ്, അതിന്റെ ഓണർ, പബ്ലിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, മറ്റു കാര്യങ്ങൾ മറ്റേത് കുറച്ച്, അപ്പൊ നിങ്ങൾക്ക് റെക്കണൻസി ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബിൽറ്റ് വിത്ത് ഇങ്ങനെ ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ നിങ്ങൾ ഒരു ഇൻഫോർമേഷൻ ഗ്യാതറിങ്ങിലുള്ള നിങ്ങളുടെ സ്കില്ല് നമ്മൾ നോക്കാൻ പോവാം, അല്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അസൈൻമെന്റ് ആണിത്. നിങ്ങൾക്കിപ്പം ഇപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്താലും സെയിം സംഭവം തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു അന്വേഷിക്കാനുള്ള ഒരു കഴിവുണ്ട്, നിങ്ങൾ എന്തൊക്കെ അന്വേഷിക്കും, അങ്ങനത്തെ നിങ്ങളുടെ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യാനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അതൊരു സ്കില്ലാണല്ലോ. കാരണം ഒരു ഹാക്കർ ഇപ്പം എന്താ ചെയ്യുക, ഒരു ചെറിയൊരു പേര് കിട്ടിയത് അയാൾ എങ്ങനെയൊക്കെ അന്വേഷിച്ച് പോകും, എവിടെയൊക്കെ അന്വേഷിച്ച് പോകും, ആ ഒരു സ്കില്ല് ആണ് നിങ്ങൾക്ക്, ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയും നിങ്ങൾക്ക് അത് എന്തോരം പറ്റും അറിയാൻ വേണ്ടിയാണ് ഈ ഒരു അസൈൻമെന്റ് വരുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കമ്പനി വേണോ ഇൻസ്റ്റാഗ്രാം ID വേണോ? 4 പേരുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുന്നത് നോക്കാം. കമ്പനി വേണോ ഇൻസ്റ്റാഗ്രാം ID വേണോ? രണ്ടായാലും ഒരേപോലെ കഷ്ടപ്പാടാ. കാരണം എല്ലാ പോസ്റ്റും വാച്ച് ചെയ്യണം എന്ന് പറയുന്നത് നല്ല കാരണം. പോസ്റ്റ് വാച്ച് ചെയ്തിട്ട് പറയാം ഇയാൾ മിക്കവാറും ഇന്ന സ്ഥലത്തുള്ള ഒരാളായിരിക്കും, കാരണം ഇയാളുടെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ്. കമ്പനി ഓക്കെ, അഫ്നാൻ കമ്പനിയാണ്. അഫ്നാൻ അത് പറ്റൂല എടാ, അങ്ങനെ ചെയ്യാനാണ് എപ്പോഴും നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തിനാ തരുന്നേ? അയാളുമായിട്ടൊരു ബന്ധം വെക്കാനേ പാടില്ല. ഓക്കെ, ഒരാൾ ഇൻസ്റ്റയും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ കമ്പനിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അറിയണം എന്താണ് റെക്കണൻസി, ബിൽറ്റ് വിത്ത്, ഇന്നീ ക്ലാസ് എടുത്ത എല്ലാ സാധനങ്ങളും ഉപയോഗിക്കേണ്ടി വരും. അതേസമയത്ത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അക്കൗണ്ട് ഇരുന്ന് വാച്ച് ചെയ്യണം. എങ്ങനെ രണ്ടാണേലും തുല്യമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പണി വരുന്നത്. അപ്പം ഒരാൾ ഇൻസ്റ്റയും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ കമ്പനിയും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ബാക്കി ഇനി അനുഗ്രഹവും നിഷാമും കൂടി പറ. അനുഗ്രഹം നിനക്ക് ഏതാ തോന്നുന്നത്, കമ്പനിയാണോ ഇൻസ്റ്റാഗ്രാം ആണോ? രണ്ടും പണിയാ, എന്നാലും ഒരെണ്ണത്തിന്റെ പേര് വേണം, നമുക്ക് അത് തരാം. നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ അത് നിങ്ങൾക്ക് പ്രസന്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി അതിനകത്ത് കൊണ്ടുവരാം, നല്ലൊരു പ്രസന്റേഷൻ ഉണ്ടാക്കാം, വെറുതെ PDF ഉണ്ടാക്കിയിടാം, അത് അവതരിപ്പിക്കാൻ ചുമ്മാ വായിച്ചു വിട്ടു പോവാം, ഒക്കെ നിങ്ങളുടെ ഒരു ഇതാണ്. പക്ഷെ നമ്മളൊരു സ്കിൽ ഡെവലപ്മെന്റിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തോളാം. അതിൻ്റെ ഒരു അവസരമാണ് നമ്മളിവിടെ ഉണ്ടാക്കി തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഒരു റിയൽ ഹാക്കറായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ എങ്ങനെയാണേലും അതല്ലെങ്കിൽ
സൻഷിദിന് ഞാൻ വേണമെങ്കിൽ ഓക്കെ, സൻഷിദിന് ഇൻസ്റ്റ വേണമെന്നല്ല പറഞ്ഞേ. സൻഷിദ് ഒരു കാര്യം ചെയ്യും, സൻഷിദ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ തരാം, സൻഷിദ് അതിനെപ്പറ്റി പ്രസന്റ് ചെയ്താൽ മതി. അഫ്നൻ കമ്പനി പറഞ്ഞിട്ട് അഫ്നൻ എന്ത് കമ്പനി തരാം, അഫ്നൻ അതിനെപ്പറ്റി പ്രസന്റ് ചെയ്താൽ മതി. അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് സ്റ്റോറികൾ കേൾക്കാനും പറ്റും. കമ്പനി ആകുമ്പോൾ നമുക്ക് കൂടുതൽ കമാൻഡ് ഒക്കെ കൂടുതൽ ഇന്റർഫേസ് ആയിട്ട് കൂടുതൽ ഇതാക്കാൻ പറ്റും. അപ്പൊ ഇൻസ്റ്റാഗ്രാം കമ്പനി അല്ലേ, കമ്പനി നിനക്ക് കമ്പനിയാണ്, നീ കമ്പനി സെലക്ട് ചെയ്തു. എടാ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അവിടെ സംഭവിക്കുന്ന സാധനം എന്താ, ഒരാളെ പറ്റി എവിടുന്നൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അതാ നമ്മളിപ്പോ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ കമ്പനി എന്ന് പറയുന്നത് മെസ്സേജ് അയക്കരുത്, അത് ചീറ്റിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഒരു ഇത് പോയി. അപ്പൊ ഇത് ലീഗലിന്ന് പോയിട്ട് ഇല്ലീഗലിലോട്ട് പോകും. നിനക്ക് കമ്പനി വേണമെങ്കിൽ ഓക്കെ. നിഷാമിന് അഫ്നന് കമ്പനി അല്ല അല്ലല്ല, അത്യാവശ്യം അതിപ്പോ ഞാൻ നോക്കണം പറ്റുമെങ്കിൽ ഫേമസ്. ഇത് അല്ല ഈറ്റ ഓരോ സാധനം ചെയ്യുമ്പോ സർവറാർ നോക്കിക്കൂലേ, ഏതോ നമുക്കിട്ടോണ്ട് ഇങ്ങനെ നോക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ ടെസ്റ്റ് ലൈനെ സ്കാൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ മാക് അഡ്രസ് ചേഞ്ച് ചെയ്തിട്ടില്ലല്ലോ. മാക് അഡ്രസ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാൻ മറന്നുപോയി. ഞാനത് നാളെ എൻ മാപ്പ് എടുക്കുമ്പോ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ സമയം പോകുന്നു. റൂട്ട് ക്രിയേഷൻ ഏത്, മറ്റേ റൂട്ട് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യുന്നതാ? അത് ഞാന് അതും നാളെ എടുത്തു തരാം. ഇപ്പൊ ഇവന്റെ പേരായിരുന്നു സൻഷിദ് അല്ലേ, സൻഷിദിന് ഇൻസ്റ്റ ഐ ഡി ആണ് വേണ്ടത്. ഓക്കെ, നിഷാമു അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടർക്ക് എന്നാ വേണ്ടത്, കമ്പനി ആണോ ഇൻസ്റ്റാഗ്രാം? എടാ നിങ്ങൾക്ക് എന്താ പറ്റുന്ന വെച്ചാൽ അത് പറഞ്ഞോ. അനുഗ്രഹേ എന്നാ നീ പറ, നിനക്ക് എന്താ വേണ്ട, കമ്പനി ആണോ? ഓക്കെ കമ്പനി. അപ്പം നിഷാമിനും കമ്പനി അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് കമ്പനികളും അതുപോലെ തന്നെ നിന്റെ സൻഷിദിന്റെ ടാർഗറ്റ് ഇൻസ്റ്റ ഐ ഡി ഞാൻ തരാം. അപ്പം അടുത്ത ഞായറാഴ്ച എടാ നമുക്ക് ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് ക്ലാസ് വെക്കേണ്ടി വരും. കാരണം ടൂൾസിന്റെ എണ്ണം കൂടുതലാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൂൾസ് ഒക്കെ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും അടുത്ത ശനിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ആയിരിക്കും. അടുത്ത ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ആയിട്ടായിരിക്കും നമ്മുടെ പ്രസന്റേഷൻ വരിക. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് ഈ പഠിപ്പിച്ച സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും അന്നേരം. ഓക്കെ അല്ലേ? ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൺഡേ എന്നാ വരുന്നേ? അടുത്ത സൺഡേ ഇഷ്ടം പോലെ സമയം കിടക്കുന്നു. 3-ാം തീയതി ആയിരിക്കും. 3-ാം തീയതിയാ, കാരണം പിന്നത്തെ സൺഡേ ആണ് 10-ാം തീയതി. അപ്പൊ 3-ാം തീയതി അപ്പം 3-ാം തീയതി അകത്തേക്ക് പ്രസന്റേഷൻ ഒക്കെ സെറ്റ് ആക്കിക്കൊള്ളുക. നിങ്ങളുടെ ഒരു സ്കിൽ എന്താന്ന് PDF കേട്ടില്ല. ക്ലിയർ ആയില്ല. നീ എനിക്ക് മെസ്സേജ് ഇട്ടാ മതി, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പം നമ്മുടെ 3-ാമത്തെ മൊഡ്യൂൾ നമ്മൾ ഐശ്വര്യമായിട്ട് തീർത്തിട്ടുണ്ട്. നാളെ തൊട്ട് നമ്മൾ അങ്ങോട്ട് ഇപ്പം നമ്മുടെ എന്തൊക്കെ മൊഡ്യൂൾ കഴിഞ്ഞു, നമ്മുടെ നെറ്റ്വർക്ക് മൊഡ്യൂൾ ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിക്കുന്നത് ആ പഴയ മൊഡ്യൂളാണ്. എനിക്ക് ഇതുവരെ അവന്മാരെ പുതിയ മൊഡ്യൂൾ അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറയുന്നതല്ല. ഈ പഴയ മൊഡ്യൂൾ നിങ്ങൾക്ക് ഞാൻ തരാത്തത് അതിനകത്ത് ഭയങ്കരമായിട്ട് എററും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എടാ നിങ്ങൾ ഈ ഒരു ആക്സിഡന്റ് കണ്ടായിരുന്നോടാ? ഇത് നോക്കിക്കേ. ഇതൊന്ന് ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്യാം. മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് സെർച്ച് ചെയ്യാം. മെറ്റാസ്പ്ലോയിറ്റബിൾ 2 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ ഈ റാപ്പിഡ് 7 മെറ്റാസ്പ്ലോയിറ്റബിൾ 2 ആണ്. അവിടെ ചെന്നിട്ട് ഇത് മെറ്റാസ്പ്ലോയിറ്റബിൾ 2ന്റെ ഡൗൺലോഡ് ലിങ്ക് ഞെക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ സാധനം ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അതിൻ്റെ സിപ്പ് ഫയൽ വന്ന് കിടക്കും. സിപ്പ് ഫയല് ഇതല്ല,
ഇതിൻ്റെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2ൻ്റെ ഒരു സിപ്പ് ഫയൽ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഈ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതേ ഇങ്ങനെ കുറേ ഫയലും ഇത് VMware ഫയലുണ്ട്, വെർച്വൽ ബോക്സിൻ്റെ ഫയലും ഉണ്ട്. അപ്പം ഈ ഒരു ഫയല് ഈ VMDK എന്ന് പറയുന്നതാണ് നമ്മുടെ വെർച്വൽ ബോക്സിൻ്റെ ഫയല്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാളേഷൻ കാണിച്ചു തരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണ് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനിത് ഇവിടെ ഓൾറെഡി ഉള്ളത് കളയാം. ഇവിടെ നമ്മുടെ കാളി ലിനക്സ് സെറ്റപ്പ് ചെയ്ത പോലെ തന്നെ ന്യൂ കൊടുക്കുക, പേരിൻ്റെ ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് കൊടുക്കുക, മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് കൊടുക്കുക. OSൻ്റെ ഇവിടെ ലിനക്സ് എന്ന് കൊടുക്കുക. ഇവിടെ OS ഡിസ്ട്രിബ്യൂഷനിൽ ഉബണ്ടു എന്ന് കൊടുക്കണം, ഉബണ്ടു കൊടുക്കുക. OS വെർഷനിൽ 32 ബിറ്റ് കൊടുക്കുക. ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ഞെക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റോറേജിൻ്റെ ഇവിടെ ഒരു ഇവിടെ ഈ ഉള്ള സാധനം ഡിലീറ്റ് ചെയ്ത് കളയണം. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് അറ്റാച്ച്മെന്റ് കാണും. എന്നിട്ട് ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട്, പ്ലസ് ഐക്കൺ, ഇവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒപ്റ്റിക്കൽ ഡ്രൈവ് ഞെക്കുക. എന്നിട്ട് ഇവിടെ ആഡ് പോവുക, നമ്മുടെ ആ സിപ്പ് ഫയലുള്ള ഫോൾഡറിലോട്ട് പോവുക. അപ്പോൾ അവിടെ ഒന്നും കാണിച്ചില്ല. ഇത് ഇവന്മാരുടെ സ്ഥിരം സൂക്കേടാണ്. സോറി, ആ ഡിസ്ക് എൻ്റെ ദൈവശരി, എനിക്കറിയാൻ പാടില്ല ഇവർക്ക് എന്തിൻ്റെ സൂക്കേടായത്. ചൂസ് എ ഡിസ്ക് ഫയൽ നോക്കട്ടെ. ഇവന്മാര് എന്നെ നാണം കെടുത്താണ്ട് ഇറങ്ങി തിരിച്ചേക്കുക. സോറി, അതിൻ്റെ ഫോൾഡർ ഞാൻ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കട്ടെ. സ്റ്റോറേജ്, ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡ്രൈവ്, യൂസേഴ്സിൽ പോയിട്ട് ഇവിടെ കിടക്കുന്നത്, എൻ്റെ ഇവിടെ ആയിട്ട് കിടക്കുന്നത് അതാ. ഓ, അത് പിന്നെയും പോയി.